സഹൃദയരെ, ഇന്നിവിടെ ഈ പരിപാടി കണ്ട് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, എല്ലാ മാന്യ വ്യക്തികൾക്കും, എല്ലാ കുഞ്ഞുങ്ങൾക്കും കാരക്കാട് കലാസമിതിയുടെ സ്നേഹാദരങ്ങൾ. ഇത്രയും വലിയൊരു പൊതുവേദിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ അവസരമാണിത്. ഈ അവസരം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഇന്നത്തെ നിറമാലക്കാരായ കിഴക്കേക്കര നാരായണൻകുട്ടി അവർകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹവും കടപ്പാടും നന്ദിയും ഞങ്ങൾ ആദ്യമായി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ സ്റ്റേജ് സൗകര്യങ്ങൾ ഒരുക്കി തന്ന ആര്യങ്കാവ് പൂരാഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും, ഞങ്ങൾക്കിവിടെ ശബ്ദവും വെളിച്ചവും തന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോ സൗണ്ടിന്റെ ഭാരവാഹികൾക്കും അതിന്റെ പ്രവർത്തകർക്കും, ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ സിനിമയും സീരിയലുകളും കാണുന്ന പോലെയാണ് ഇപ്പോഴത്തെ പ്രൊഫഷണൽ നാടകങ്ങൾ. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ആർഭാടങ്ങളൊന്നുമില്ലാതെ ഇതിന് തൊട്ടുദേശമായ കാരക്കാട് ദേശത്തെ കലയോട് താല്പര്യമുള്ള സാധാരണക്കാരെ അണിനിരത്തി അണിയിച്ചൊരുക്കിയ ഒരു പ്രാദേശിക പരിപാടി തന്നെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുന്ന സിനിമകളെ പോലും കുറ്റം പറയുന്ന പ്രേക്ഷകരോട് ആർഭാടങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരുടെ ഈ കൊച്ചു നാടകത്തിലെ തെറ്റുകുറ്റങ്ങൾ എല്ലാം പുറത്ത് ഈ നാടകത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നാടകത്തിന്റെ ആദ്യാവസാനം വരെ ഞങ്ങൾക്കൊപ്പം പ്രോത്സാഹനമായി ഞങ്ങളോടൊത്ത് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും ആര്യങ്കാവിൽ ഭഗവതിയെയും ശ്രീ ശിവമഹേശ്വരനെയും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെയും വിഘ്നങ്ങളെല്ലാം തീർപ്പു തരുന്നതിനായി ശ്രീ മഹാഗണപതി ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും അവരെ നമിച്ചുകൊണ്ടും ഞങ്ങൾ ആരംഭിക്കട്ടെ. മറക്കില്ലൊരിക്കലും. നാടകരചന VT രാജൻ, സംവിധാനം ഉണ്ണിക്കൊണ്ടോത്ത്. നാടകം ആരംഭിക്കുന്നു. ബിനി മോളെ, ബിനി മോളെ, ഓട്ടോ ഓട്ടോ. ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ എടുത്തോളാം. വേഗം പോട്ടെ. എന്ത് പറ്റി? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാർ വന്ന് ഇടിച്ച് തെറിപ്പിച്ചതാ. അയ്യോ, രക്തം ഒരുപാട് പോയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഉടനെ രക്തം എത്തിക്കണം. O പോസിറ്റീവ്. എൻ്റെ O പോസിറ്റീവാണ് ഡോക്ടർ. എൻ്റെ O പോസിറ്റീവാ. മതിയാവില്ല, 2 കുപ്പി രക്തമെങ്കിലും വേണ്ടി വരും. എൻ്റെ രക്തം മുഴുവൻ എടുത്തോളൂ, എന്നാലും വേണ്ടില്ല. ഈ കുട്ടി രക്ഷപ്പെടണം. ആ, ഡോക്ടർ ഇപ്പോൾ വരൂ. ഡോക്ടർ, ഫീസ് എത്രയായാലും വേണ്ടില്ല. ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണം. പേടിക്കണ്ട, അപകടനില തരണം ചെയ്തു. ഒരാഴ്ച ശ്രദ്ധിക്കണം. മനുവേട്ടൻ ലൈബ്രറിയിലുണ്ടെന്നും എന്നെ കാണണമെന്നും രാധ പറഞ്ഞു. എന്തേ? നമ്മൾ ആദ്യമായി സംസാരിച്ചതും പരിചയപ്പെട്ടതും ഈ ലൈബ്രറിയിൽ വെച്ചല്ലേ. ഇനി വിട പറയുന്നതും ഇവിടെ വെച്ചായിക്കോട്ടെ എന്ന് കരുതി. വിട പറയലോ? എക്സാം കഴിഞ്ഞതും വെക്കേഷൻ ആയതും ഞാൻ ഓർത്തില്ല. എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ഈ കോളേജിലെ പഠിത്തം തീർന്നില്ലേ? അപ്പോ ഇനി വെക്കേഷൻ കഴിഞ്ഞു വരുമ്പോ എന്നെ കാത്തു നിൽക്കാനും എനിക്ക് കാത്തു നിൽക്കാനും മനുവേട്ടൻ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. അല്ലെങ്കിലും മനുവിന് ബിനിയും ബിനിക്ക് മനുവും എന്നും ഉണ്ടാവൂ. എന്താ ഉണ്ടായ?
ഉണ്ടാവണം. മനുവേട്ടൻ പോവാന്ന് പറയുമ്പോ ഇല്ല, എന്റെ മനസ്സിൽ നിന്ന് മനുവേട്ടനെ ഞാൻ വിടില്ല. മനുവേട്ടൻ പോവോ? ഇല്ല, നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറക്കില്ല ഒരിക്കലും. മറക്കുവോ? എന്താ ഒന്നും മിണ്ടാത്തെ? ഇല്ല, എനിക്കൊന്നിനും കഴിയില്ല. ഇപ്പോ മോള് പോ, എല്ലാം പിന്നീട് പറയാം. മനുവേട്ടാ. ബിനി പ്ലീസ്. പോവാം, ഞാൻ പോയിക്കോളാം. ഈ ബിനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഈ മനുവേട്ടന് വേണ്ടി മാത്രമായിരിക്കും. മറക്കണ്ട. ഇല്ല, നിന്റെ മനസ്സ് വേദനിച്ച ഈ മനുവേട്ടൻ്റെ ഹൃദയവും നീറും. അതുകൊണ്ട് നാം മറക്കില്ല ഒരിക്കലും. മമ്മയുടെ ആഗ്രഹം പോലെ പപ്പ എന്നെ ഒരു വക്കീലാക്കി. ഏത് കോടതിയിലും വാദിക്കാനുള്ള പെർമിറ്റും എടുത്തു. പക്ഷെ മമ്മ, വക്കീൽ പണി എനിക്കിഷ്ടമല്ല. മമ്മ എന്നോട് ക്ഷമിക്കണം. മമ്മയുടെ മണിക്കുട്ടനോട് മമ്മ ക്ഷമിക്കില്ലേ? എനിക്ക് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണ് ഇഷ്ടം. ഇത് പപ്പ അറിയുമ്പോൾ എന്താകുമെന്നാണ് എൻ്റെ പേടി. അതുകൊണ്ട് എൻ്റെ മമ്മ സ്വപ്നത്തിൽ ചെന്ന് പപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കില്ലേ? എൻ്റെ ഇഷ്ടത്തിന് മമ്മ എതിര് നിൽക്കില്ലെന്ന് എനിക്കറിയാം. സമ്മതിപ്പിക്കില്ലേ? പ്ലീസ് മമ്മ. എന്നെ സ്വന്തം മകനെ പോലെ നോക്കി വളർത്തി. പിന്നല്ലേ എനിക്കുണ്ടായി. അങ്ങനെ തന്നെ ആവുന്നല്ല. അതെ, അല്ല, എന്തുകൊണ്ട് അവന്റെ മമ്മയോട് ആവശ്യപ്പെട്ടെ? ഞാനേ കൃഷി പേരുടെ ജനിച്ചു വളർന്നത്. അപ്പൊ ഭാഷ മുഴുവനായിട്ട് മറക്കാൻ പറ്റുമോ? എന്നാ പറ, മാമന്റെ മണിക്കൂട്ടി എന്തുകൊണ്ടാ വേണ്ടി? പണി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് വേണ്ട. എന്തുകൊണ്ട് പണി ഇഷ്ടമല്ലാത്തതുണ്ടാവോ? ഉണ്ടാവാലോ, അതല്ലേ ഈ മനുമാതവൻ. എന്തുകൊണ്ട് കാരണം? എല്ലാത്തിനും അതിൻ്റെതായ കാരണം ഉണ്ടാവല്ലോ. കാരണം ഉണ്ടല്ലോ മാമ. ഉണ്ടോ? പറ. കള്ളന്മാരെയും കൊലപാതകളെയും രക്ഷിക്കലല്ലേ മാമ വക്കീലിന്റെ പണി. എന്തുകൊണ്ട് രക്ഷിക്കലോ? അവരെ ശിക്ഷിക്കലല്ലേ വക്കീലിന്റെ പണി. അതെങ്ങനെ മാമ? ഞാനൊരു ഉദാഹരണം പറയാം. മാമൻ ഒരാളെ കൊന്നിട്ട് വക്കീലായ എൻ്റെ അടുത്ത് വരിക. എനിക്കൊരു കയ്യബദ്ധം പറ്റി, എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ മാമൻ ഇന്നുവരെ ആരും കൊന്നൊന്നുമില്ല, ഇങ്ങനെ കൊല്ലാൻ കൊള്ളില്ല. മാമ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ വന്നാ എന്റെ മാമനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതെങ്ങനെ പറ്റിയ? അതാ ഞാൻ പറഞ്ഞത്. മനസാക്ഷിയുള്ളവർക്ക് പറ്റിയ പണിയല്ല ഈ വക്കീൽ പണി. അപ്പഴേ നിന്റെ പാപ്പ, അതായത് എന്റെ ചെയ്യുന്നത് എന്തുട്ടാ? ഈ വക്കീൽ പണിയല്ലേ? അതെ, സത്യസന്ധനും ആത്മാർത്ഥതയും മനസാക്ഷിയുമുള്ള വക്കീൽ മാധവന്റെ സമ്പാദ്യം എന്താണെന്നറിയോ എന്റെ മാമന്? ബന്ധുക്കളെക്കാൾ കൂടുതൽ ശത്രുക്കളാ. ഞാൻ പപ്പയുടെ കൂടെ പ്രാക്ടീസിൽ പോണ സമയത്താണ് എനിക്ക് ഇതെല്ലാം അറിയാൻ പറ്റുന്നത്. ഇനി മാമന്റെ മണിക്കുട്ടൻ മാമനാണോ? വേണ്ട വേണ്ട. എന്നാലും എന്റെ മണിക്കുട്ടന്റെ ബുദ്ധി അപാരം തന്നെ. അല്ല, അതുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ തോന്നിയത്. അതാണ് ഞാൻ എന്റെ അമ്മയോട് ആവശ്യപ്പെട്ടത്. വക്കീൽ പണി മനുമാധവന് ചേർന്നതല്ല. ആയിക്കോട്ടെ. അപ്പൊ കുട്ടന്റെ അടുത്ത കല പരിപാടി കിട്ടാം. അങ്ങനെ ചോദിക്കുമോ? വർക്ക്ഷോപ്പ്, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്. എന്നിട്ട് വർഷോപ്പോ? പപ്പ ഇത് സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ?
നിന്റെ പപ്പ നിന്നെ കൊണ്ട് എത്ര ഡിഗ്രി എടുപ്പിച്ചിട്ടുണ്ടെന്ന് വല്ല വിഷയമുണ്ടോ? എന്താ മാമ ഇതെല്ലാം പഠിച്ചുണ്ടാക്കിയത് ഈ ഞാനല്ലേ, പിന്നെ എനിക്ക് അറിയാതിരിക്കോ? അപ്പൊ ആ ഡിഗ്രി എടുത്തിട്ടുണ്ട വർഷത്തിൽ നൽകാനാ മാമ കള്ളുണ്ടാത്ത കഞ്ഞി വെക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ പണി? എന്നാലും പറ്റിയെന്ന് പറഞ്ഞാലേ ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയുണ്ട്. വർഷോപകാരം പറഞ്ഞ ആരും പുച്ഛ. ഇന്നത്തെ കാലത്ത് വേഷത്തിനും ഭാവത്തിലൊക്കെ പോകുന്നത്. അത് മാമൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാലും മാമ ഓരോ ജോലിക്കും ഓരോ ജോലിക്കാരനും അതിൻ്റെതായ മതിപ്പും പ്രൗഢിയും വെയിറ്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ മനുമാധവന് കഴിവുണ്ട് കാറ്റിയിട്ട ജോലി ചെയ്യാൻ ഇഷ്ടം. പിന്നെ വണ്ടിപ്പണി തെണ്ടിപ്പണിയാണെന്ന് പറയും. അങ്ങനെയുള്ള ഈ തെണ്ടിയുടെ മറ്റൊരു മഹാ തെണ്ടിയുണ്ട്. അതുകൊണ്ട് ഏത് ഓഫീസിലും ഏത് ഓഫീസറുടെ മുന്നിലും ധൈര്യത്തോടെയും ചങ്കുറ്റത്തോടെയും ചെന്ന് നിൽക്കാനുള്ള കഴിവ് ഈ മനുമാധവനുണ്ട്. അതെ, ഈ വിഭാഗം പഠിച്ചവരോട് വാസി കഴിക്കാൻ നമ്മയോട് പറ്റില്ല. അല്ല, ഈ എന്റെ മാമൻ മറ്റൊന്നും ചിന്തിക്കണ്ട. എന്റെ ഇഷ്ടം എന്റെ പപ്പയോട് പറഞ്ഞ് സമ്മതിപ്പിച്ച് തന്നാൽ മതി. എന്റെ പൊന്നല്ലേ. എന്നാലും മനുക്കുട്ടിന്റെ ഒരു ആഗ്രഹമല്ലേ, ഞാൻ പപ്പയോട് എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കാം. സന്തോഷമായോ? പിന്നെ സന്തോഷം 100 ഇരട്ടില്ലേ മാമ. എന്നാൽ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഓ, എന്തൊക്കെ സന്തോഷമായോ എന്റെ കുട്ടിക്ക്. ഇനി ആടിയന്റെ 4 സീറ്റ് കേട്ടാലും വേണ്ടില്ല, മനുക്കുട്ടിന്റെ ആഗ്രഹം സാധിക്കും. കുട്ടികളുടെ ഓരോ ആഗ്രഹങ്ങളെ നമ്മുടെ കിടാവ് എന്താ പറഞ്ഞതറിയോ? അവന് വക്കീപ്പണി വേണ്ടത്, അവനത് ഇഷ്ടമല്ലേ. അത് പറഞ്ഞ അളിയനോട് രക്ഷപ്പെട്ടു. അതെ അതെ, അവന് വർഷം പോലെ ഇഷ്ടം. ഞാൻ പലവട്ടം പറഞ്ഞു, അപ്പ അതിന് സമ്മതിക്കില്ല. അതിനല്ല നമ്മുടെ മക്കളുടെ ഇഷ്ടം നമ്മളെല്ലാം പിന്നെ ആരാ സാധിച്ചു കൊടുക്കുക? മോനോട് പറഞ്ഞേക്കെ മോന്റെ ഇഷ്ടം തന്നെയാ നമ്മുടെ ഇഷ്ടം. പിന്നെ നമ്മുടെ മുൻഭാഗത്തുള്ള വലിയ ഷെഡില്ലേ, അത് ഭർത്താവിനായി സജ്ജമാക്കിയോളം പറ മോനോട്. മോന് സന്തോഷാവട്ടെ. പറയേണ്ട കാര്യമില്ലല്ലേ, ഇതും പറഞ്ഞപ്പോ മനസ്സിലൂടെ പോയതേ. എന്നാലും പപ്പടിയും മോന്റെയും മനസ്സേ ഒന്ന് തന്നെ. അപ്പടി മോന്റെ മാത്രമല്ല അവന്റെ മമ്മയുടെ ഈ 3 മനസ്സും എന്നും ഒന്ന് തന്നെയാ. അറിയാ ഞാൻ ഹലോ, എന്തായി മാമ? എല്ലാം ഓക്കേടാ. അയ്യേ, എന്താ മൽക്കുട്ട ഇത്? നാളായോ എന്റെ മാമന്? അതെ, ഞാൻ വന്നിട്ട് മാമനൊരു സമ്മാനം തരാം. പിന്നെ മാമ, ഞാൻ വർക്ക്ഷോപ്പിന്റെ നൈൻ ബോർഡ് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അഭിപ്രായം പറയണേ. ഓക്കെ, ശരി. സൂത്രക്കാരന് പറയാൻ വേണ്ടി ആദ്യ സൂത്രക്കാരൻ തന്നെ. അവനെ മുൻകൂട്ടിയെ എല്ലാം സെറ്റപ്പാക്കിയത്. എന്നിട്ട് മാമനൊരു സോപ്പിട്ട് പിന്നെ വാങ്ങി മെസ്സേജ് വന്നിങ്ങനെ തോന്നുന്നു. ആ മനുക്കുട്ടന്റെ മെസ്സേജ് മഹേശ്വരി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, ഓപ്പറേറ്റർ മനു മാധവൻ, മാനേജർ മരഞ്ചാടി മണി, car AC, 2-wheeler, 3-wheeler or complaint. ബോർഡൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഒന്നും മാത്രം പറ്റിയില്ല. മാനേജറെ മരഞ്ചാടി മണിയത് 2 കൂടി വരട്ടെ, ഇവിടെ കേസിൽ തന്നെ നടത്തുന്ന. മാമ, മനോഹരം മാമ, ഇവിടെ ഇല്ലേ?
നിന്റെ മക്കളൊക്കെ കാര്യങ്ങൾ നോക്കാൻ എന്റെ മാമൻ ഒരു പഞ്ചാര മാമൻ തന്നെ. പഞ്ചാരക്കെ ഈ മാമൻ കാര്യം എന്നാൽ ഈ മണിക്കൂട്ടിലെ എന്ത് പറ്റി വാഴമുടി അല്ല ഒന്നും കാണുന്ന കേട്ടോ ബുദ്ധി വക്കീലല്ലേ ഇവിടെ ജീവിക്കണമെങ്കിൽ എല്ലാ കേസിലുണ്ട് അമ്മാതിരി ബാധകളുടെ മഞ്ചാടി കൂടുതൽ കേട്ട് അല്ല അത് മാമനി മണിക്കിട്ടത് തായിനാണല്ലോ. ഞാൻ പറഞ്ഞു കാണുന്നില്ല പുതിയ മേഖല സാറല്ലേ അതും മണിക്കിട്ടൊരു തള്ളാണല്ലോ മാമ. ഞാൻ ആ ബോർഡിൽ എഴുതി വായിച്ചതാണ് മലഞ്ചാടി മണിന്ന് ഈ പകുതി മനോഹരാമൻ ഞാനേ മഞ്ചാടി മണിയാ. ഇവനെ മനുക്കുട്ടൻ പറഞ്ഞ പോലെ ഒരു പുലിക്കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ പിന്നെ അല്ലാതെ ഒന്നും കാണാതെ ഡോക്ടറേറ്റ് മരുമകൻ ഈ മണി മഞ്ചാടിയെ വർഷോപ്പിന്റെ മാനേജർ ആക്കുവോ? അതെ മനുക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് ഒരു മാസം നോക്കട്ടെ എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ആദ്യം സസ്പെൻഡ് പിന്നെ ഡിസ്മിസ് മനസ്സിലായ എനിക്ക് പിരിച്ചുവിടുന്നത് മാമൻ അതും സ്വപ്നം കണ്ട് ഒരു മുക്കിലിരുന്നോ? ഈ മഞ്ചാടിയുടെ പുതിയ പെർഫോമൻസ് കാണാൻ പോണല്ലോ. ഈ മണിയെ മാത്തപ്പൻ ആരാണ് കരുതി? എന്തുണ്ട് മണി മാത്തപ്പനോ അല്ല മണി അപ്പൊ ഈ മാത്തപ്പന് മാത്തപ്പന്റെ അപ്പൻ. ഓ അപ്പൊ മണി മണി മാത്തപ്പൻ മണി മാത്തപ്പൻ അത് ഞാൻ. അപ്പൊ ഒരു മഞ്ചാടി മണി അതും ഞാൻ. അപ്പൊ ഒരു മണി മണി ഈ മാമണിക്ക് എന്തിന്റെ സംശയ? മണി ആരല്ലേ? അപ്പൊ കുറിച്ച് നിനക്ക് മണിക്ക് ഒറ്റ പേരല്ലൂ. അതിന്റെ കൂടെ വീട്ടുപേരും അപ്പന്റെ പേരും ചേർന്നല്ലേ? ഓ അത് ശരിയാണ് കേട്ടോ ഇവനൊരു കൗശലക്കാരൻ തന്നെ അപ്പവൻ മാനേജറായിട്ട് പൊളിക്കട്ടോ തോന്നുന്നല്ലോ. അപ്പൊ ഈ മഞ്ചാടിയുടെ അടുത്ത പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും? പൊളിക്കും എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്റെ സ്പെഷ്യൽ ജ്യൂസ് കണ്ടേ ഞാൻ കുടിക്കേ അതിനല്ലേ ഈ കളിപ്പുഴ കഴിച്ചത്? എന്തുണ്ടാ പറഞ്ഞപ്പോഴേ ഇല്ല പറഞ്ഞു. പിന്നെ ആലോചിച്ചിട്ടാ മണിക്കുട്ട ജ്യൂസ് കുടിക്കും വേഗം മക്കളെ അപ്പൊ പ്രൊപ്പറേറ്റർ വീട്ടിലേക്കാണല്ലേ? ഹലോ എന്താ മോനെ? ഇല്ല കണ്ടിട്ടില്ല. വരട്ടെ അങ്ങോട്ട് സംസാരിക്കട്ടെ. വഴിക്ക് വരും നോക്കാം. ഏയ് അതൊന്നും വേണ്ട, ഞാടി വന്ന് സംസാരിക്കാം. നോ 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 അങ്ങനെ ചെയ്യരുത്. ഓക്കെ എന്താ അതില്ലാണ്ട് ഈ വഴിക്കൊക്കെ വേണ്ടി വന്നാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നന്നായി എന്തായാലും എനിക്ക് വീട്ടിൽ വന്നാൽ അതിഥിയല്ലേ, കുടിക്കാൻ ചായയോ ഒന്നും വേണ്ട പറ്റിയേ. ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നു. അതെന്താണോ ഇത്ര വലിയ കാര്യം? എന്തായാലും പ്രവേശം പറഞ്ഞോ. എന്നാ പിന്നെ മുഖറിയില്ലാതെ പറയാം. കേസിന്റെ കാര്യത്തിൽ കേസിന്റെ കാര്യം തന്നെയല്ലേ പറയണ്ടാവോ? പ്രവേശം പറഞ്ഞോ. ഈ ശോഭ എന്ന പെൺകുട്ടി ഒരു പരാതിയുമായി അവിടെ വന്നിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല. ഒരു അമ്മയുമാണ് വന്നിരുന്നു.
പെണ്ണിനോട് വേറെ ഏതെങ്കിലും വക്കീലിനെ പോയി കാണാൻ പറയണം. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു. എന്റെ ഈ അപേക്ഷ നിങ്ങൾക്കൊന്ന് സ്വീകരിച്ചു. അത് പറയാം, എനിക്ക് ഇപ്പം പറ്റില്ല. ആദ്യം ഞാൻ ആ കേസിൽ പഠിക്കട്ടെ, ശേഷം തീരുമാനം പറയാം. തീരുമാനം എനിക്കെതിരാകരുത്, അനുകൂലമായിരിക്കണം. അത് ഇങ്ങനെ സെബാസ്റ്റ്യൻ, ആ കേസിലെ വാദിയുടെയോ പ്രതിയുടെയോ നിഷ്കളങ്കത, നിരപരാധിത്വം, സത്യസന്ധത ഇതെല്ലാം ആരുടെ ഭാഗത്താണോ അവരുടെ ഭാഗത്തായിരിക്കും ഈ അഡ്വക്കേറ്റ് മാധവൻ. അതായത് നിഷ്കളങ്കമായ സത്യത്തിന്റെ ഗുണം മാത്രം. ഇതാ എന്റെ തീരുമാനം. തൽക്കാലം മേനോൻ ഇത് സ്വീകരിച്ചു. എനിക്കൊപ്പം ദയവ് ചെയ്ത് എന്റെ മകനെ രക്ഷിക്കണം. അത് എങ്ങനെ സമസ്യ? തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണ്ടേ? അതല്ലേ നീതി, അതല്ലേ നിയമം, അതല്ലോ ന്യായം. നീതിയും ന്യായവും ഒന്നും നോക്കാൻ എനിക്കിവിടെ പറ്റില്ല. സത്യം ജയിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ എനിക്ക് എന്റെ മകനെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് മേനോൻ സ്വീകരിക്കണം പ്ലീസ്. എന്താ ഇത്? ഇത് കുറച്ച് പണം, മോശം വെച്ചാൽ എത്ര ഉണ്ട്? ഒരു 10 ലക്ഷം. അപ്പോ വക്കീൽ മാധവൻ തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം വാങ്ങി സത്യത്തെയും നീതിയെയും മറന്ന് അനീതിക്കും അന്യായത്തിനും കൂട്ടുനിൽക്കണം അല്ലേ? അതായത് അഡ്വക്കേറ്റ് മാധവനോട് സ്വന്തം മനസാക്ഷി വഹിക്കണം അല്ലേ? ഇതല്ലേ ഞാൻ പറയുന്നത്. എന്തൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നാലും തൽക്കാലം മാധവൻ ഞാൻ ഇതൊന്നും ഒരു സെബാസ്റ്റ്യൻ, താൻ എന്താ കരുതിയ പണം കൊണ്ടും വീട്ടിൽ കൊണ്ടും ഈ മാധവനെ എടുക്കെടുക്കാവുന്നോ? മാധവൻ ആരാണ് തന്നെ വിചാരം? എടോ, എന്റെ എസ്റ്റേറ്റിലെ കരിയറുകളും മറ്റും പെറുക്കിയിട്ടാൽ ഇതിന്റെ ഇരട്ടിയെങ്കിലും കിട്ടുമൊക്കെ. എന്നിട്ടല്ലേ തന്റെ ഈ 10 ലക്ഷം. അല്ല മേനോനെ, ഇത് അഡ്വാൻസ്. എന്റെ മകനെ രക്ഷപ്പെടുത്തിയാൽ ഇനിയും എത്ര വേണമെങ്കിലും തരാം. എത്ര തരുന്നതാണ്? എടോ, ഞാൻ കോടതിയിൽ വായി പറയുന്നത് എത്രയാണെന്നോ? സത്യത്തെയും നീതിയെയും സംരക്ഷിക്കാൻ. അല്ലാതെ നിന്നെ കൊണ്ട് മുതലാളിമാരെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റി പാവം നിരപരാധികളെ ശിക്ഷിച്ച് അവരുടെ ശാപം ഏറ്റുവാങ്ങാനല്ല. അതുകൊണ്ട് സെബാസ്റ്റ്യൻ, നീ അതെടുക്ക്. എടുക്കണോ? ഞാൻ പറയുന്നത് താൻ കേട്ടില്ലെങ്കിൽ ഇതിന് താൻ ഖേദിക്കേണ്ടി വരും. ഏതോ താൻ കള്ളക്കച്ചവടവും കള്ളക്കച്ചവടവും ജനങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി, ലക്ഷങ്ങൾ ലഭിച്ച് ഓടിയോട് വരുന്നു. എന്നാൽ അതിൽ നിന്ന് 100 രൂപയും നല്ല കാര്യത്തിനായി ചിലവാക്കുന്നതിന് ഞാൻ പറഞ്ഞത് ശരിയാ. എന്നാ അതെങ്ങനെയാ? ആ പണം മുഴുവനും കണ്ട കൂലിക്കലുകാർക്കും വാടകയുണ്ടാക്കും വാടക കൊലയാളികൾക്കും കൊടുത്ത് പണത്തിന് വേണ്ടി മാത്രം കഥകൾ നടക്കുന്ന രാഷ്ട്രീയ പിന്തുണച്ച് ഭരണപക്ഷത്ത് ചേർന്ന് ഈ നാട് കുട്ടിച്ചോറാക്കാനുള്ള തന്റെയൊക്കെ വ്യാമോഹത്തിന് ഒരു ന്യായമാക്കണ, തന്റെ അതിമോഹത്തിന് ഒരു രാഷ്ട്രീയ അടയാളമിടാൻ, പിന്നെ ബ്രേക്കില്ലാതെ പോകുന്ന അക്രമാസക്തമായ നിന്റെ ജയിലിൽ ആദ്യമായിട്ടാണ് തന്റെ മകനായ ബെന്നി സെബാസ്റ്റ്യൻ ആ ഒരു ചുരുപ്പിലേക്ക് മാത്രം മതി ഈ മാധവനെ 10 വർഷം വീഴ്ചയിൽ കിടന്ന് ഗോതമ്പുണ്ട മൃഗങ്ങളുടെ ഒപ്പൊക്കെ എന്റെ മകൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് നടപ്പാക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഈ മാധവന്. അതിനുള്ള ക്ലിയർ എവിഡൻസ് ആ കുട്ടി എനിക്ക് തന്നു കഴിഞ്ഞു സെബാസ്റ്റ്യൻ. ഞാൻ അവസാനമായി പറയുക, എന്റെ മകനോടൊപ്പം ദയ കാണിക്കണം, അവനെ രക്ഷിക്കണം. ഇത് എന്റെ ഒരു അപേക്ഷ. ഒരു യാചകന്റെ അപേക്ഷ. എന്നാൽ തന്നെ പോലെ ഒരു നരത്തു വന്നിട്ട് അപേക്ഷ കേൾക്കാൻ മാധവന്റെ മനസ്സ് അത്ര ക്രൂരമല്ല. എന്നാൽ തനിക്ക് അല്പം ആശ്വാസം തോന്നി അനുഭവത്തെ. ഈ കേസിന്റെ വിധി വാങ്ങി കഴിഞ്ഞാൽ പിന്നെ മാധവന് ഒരു കേസും വാദിക്കാൻ ഒരു കോടതിയിലും ഹാജരാവില്ല. ഇതോടുകൂടി എന്റെ വക്കീൽക്കുപ്പായി ഞാൻ ഊരി പിന്നെ മേനോനെ, കേസിന്റെ വിധി വന്നതിന് ശേഷം താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിലല്ലേ കേസ് ബാധിക്കാൻ കോടതിയിൽ പോകും. ഈ കുപ്പായം ഊരി വീഴുന്നത് തന്നെ പേടിച്ചോ തന്റെ പോലുള്ള മുതലാളിമാരോ ഭയന്നിട്ടോ അല്ല. മാധവന്റെ ശത്രുക്കളുടെ അമ്മ കൊടുക്കുമ്പോൾ മനോമാധവൻ ജോലിമാരെ ആ ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ വക്കീൽ പണി നിർത്തുന്നത്. താൻ വക്കീൽ പണി നിർത്തിയാലും വേണ്ടില്ല, തുടർന്നാലും വേണ്ടില്ല. എന്റെ മകനെ കൂട്ടിലടക്കാൻ നീ ശിക്ഷ വിധിച്ചാൽ
മോളെ ശോഭയല്ലേ? ആ മോളെ പരാതിയുമായി ആദ്യം തന്നെ ഒരു വക്കീലിനെ സമീപിച്ചത് വളരെ നല്ലത്. മോളെ തന്ന പരാതി ഞാൻ ഫയൽ ചെയ്തു. ഇനി ഞാൻ പരാതി ചെയ്തു തരാം. എന്തിനാ? ഒരു മുതലാളി പഠിക്കാം. ടിക്കറ്റ് മാറുന്നവരല്ല പറയുന്നത്. ഒരു മുതലാളിയെ പഠിക്കണ്ട. പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ആ അതെ അതെ അത്രമേൽ വീഡിയോ മതി. അത് മതി വ്യക്തമായോ? അതെ അതെ എൻ്റെ ഫോണിലേക്ക് ശ്രദ്ധിക്കും. ഓക്കെ. ആ പിന്നെ ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഓഫീസ് ഓക്കെ. അല്ല മനുവേട്ടൻ ഇവിടെ ഒന്ന് സുഖിച്ചിരിക്കല്ലേ? എന്താ എനിക്ക് എന്റെ വീട്ടിൽ വന്നിരിക്കാൻ പാടില്ല? എന്താണ് തുടിച്ചു നോക്കണം? ഒരു പ്രൊപ്പറേറ്റർ തന്റെ മാനേജറെ സംബോധന ചെയ്യുന്ന രീതിയെ ഓ സോറി, ഞാനത് മറക്കും. അല്ലെങ്കിൽ കൾച്ചർ വേണ്ടത് കൾച്ചർ എല്ലാം ആദ്യം വരിക. ഞാനത് അറിയാതെ പറഞ്ഞാൽ ക്ഷമിക്കല്ലേ മാനേജർ സാറേ. അത്രയ്ക്കായിട്ട് പറഞ്ഞോ? വേണ്ടേ? എന്നാ വേണ്ട. നീ ഇപ്പൊ എന്തിനാ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്? അന്വേഷിക്കാന്നല്ല, ഇത് ബെരുതിയതല്ലേ? ആര് വ്യക്തിനാ നീ പറയണേ? ആ പെമ്പത്തോത്തി അതാരാ? 4 ദിവസം മുമ്പ് ഒരു കാർ അവിടെ കൊണ്ടുവന്നിട്ടില്ലേ? ഈസി ആണെന്ന് പറയും. അതിനെന്താ? അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെന്താ? 2 തവണ ഞാൻ പറഞ്ഞതാ. ഇന്നെന്താ വിളിച്ചു പറയുന്നത്? ശരിയാക്കാൻ പറ്റില്ലെങ്കിൽ അത് വായ തോന്നുന്ന പറയൂടെ. ഓ ഏതാണ് അവളോട് പാൻഡിയായിട്ട് പോവാൻ പറയാ. അത് വേണം. ആ ചേച്ചിയെ കണ്ട തെറ്റിക്കാനായിട്ട് തോന്നില്ല. മനുവേട്ട ആ ചേച്ചിയെ കാണാനില്ല. നല്ല ഗ്ലാമറ. ശരി. എന്താ പറഞ്ഞത്? എനിക്ക് അങ്ങനെ ഒരു ചേച്ചി കാണണം. നീ അവളോട് പാൻഡിയായിട്ട് പോവാൻ പറയാ. അതിനായി ശരിയാക്കിയിട്ട് വേണം. അതൊക്കെ ശരിയാക്കിയാ നീ കൊണ്ട് പോയിക്കോട്ടെ. ഇന്നലെ വരെ ശരിയാക്കിയിട്ടില്ല. പിന്നെ എപ്പോ ശരിയാക്കി? ഓ ഇനിയിപ്പോ അതും മാനേജർ പറഞ്ഞ് ശരിയാക്കാൻ പാടുന്നുണ്ടോ? ഞാൻ അത് പറയാൻ മറന്നാ സാറേ. അത് ശരിയാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ വായിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണായിരുന്നോ? ഞാനത് പറയാൻ മറന്നതാണ് പറഞ്ഞില്ലേ? പിന്നെന്താ? പിന്നെ നീയല്ലേ പറഞ്ഞത് ചേച്ചി നല്ല ഗ്ലാമറാണെന്ന്. അപ്പോ ആ വായു ചീത്തയും നല്ല ഗ്ലാമർ ഉണ്ടാവല്ലോ അല്ലേ? ഓ നല്ല തമാശ. ആ കേട്ടത് മുഴുവൻ ഞാൻ ചെത്തിയാൽ പണിക്കാരും മുതലാളിയും ശരിയല്ലെങ്കിൽ ചീത്ത മുഴുവൻ മാനേജർക്ക്. എന്താ ചെയ്യാ? മാനേജറുടെ വേഷം കിട്ടിപ്പോയില്ലേ? അനുഭവിക്കല്ലേ. എന്നാ വേണ്ട, ആ വേഷം കൂടെ ഊരി വെച്ചിട്ട് നീ നേരത്തെ അങ്ങോട്ട് വെച്ച് പിടിച്ചോ. അത് പറയാനെ അപ്പൊ വർഷോപ്പിന് മാനേജർ ഉണ്ട്. ഒന്നും മിണ്ടാതില്ല മക്കളെ. എന്നാ എന്റെ കുട്ടി മാനേജര് വേഗം വർക്ക്ഷോപ്പിലേക്ക് ചെല്ലും. എന്നിട്ട് അവളോട് വണ്ടി എടുത്ത് പൊക്കോളം പറഞ്ഞേക്കും. ഇപ്പൊ തന്നെ പറയണം കേട്ടോ? ആ കേട്ടു. ഓക്കെ. പോയി പോയി വിളിക്കടാ. അയ്യോ മനുവേട്ടാ, മാമാ, മനോഹരമാമാ. കിടക്ക്. ഇന്നതാ അവിടുന്ന് കിട്ടി ഉരുട്ടിയതാ. പന്തൊന്നല്ല, പക്ഷെ പന്തൊക്കെ കുഴപ്പമില്ല കാട്ടിയില്ലേ?
ഞാൻ ഈ സാറിനോട് പറഞ്ഞത് മനുവേട്ടപ്പെടെ ചെയ്യാതെ നീ പിണ്ടരുത്. ചോദ്യം ഇവിടെ എവിടെ മനുക്കുട്ടിനെ ഒളിപ്പിച്ചിരിക്കണേ? എന്താ നായി പറഞ്ഞേ? ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിട്ടോ. അതിനുള്ള ഉത്തരല്ലേ സാറേ മാമൻ പറഞ്ഞു. നിന്നോട് ചോദിക്കുന്നതിന്റെ ഉത്തരം മാത്രം മതി പറഞ്ഞ മഞ്ചാടി മടി മാനേജറെ എന്തിനാണോ പ്രതിയെ ഒളിപ്പിച്ചത്? ഞാനിപ്പോ വിളിച്ചതല്ലേ സാറേ, മനുവേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ പറഞ്ഞു. അപ്പോ നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് കാര്യത്തിൽ കൂടി മലപ്പുറം ചെയ്യുന്ന പരിപാടിയല്ല. നിന്നെ രണ്ടെണ്ണത്തിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്തിനാ പ്രതിയെ ഒളിപ്പിച്ചത്? ശരിയാ മാമ ഈ സാറ് പറയുന്നത്. കട്ടോനെ കിട്ടിയില്ലെങ്കിൽ കണ്ടോനെ പിടിച്ചാലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതപ്പോ ഇവിടെ നടക്കുന്നത്. എന്താണ് നീ പറഞ്ഞത്? എന്താ അവൻ കണ്ടുവന്നെ മൂക്കിലെ രോമം വയ്ക്കണം. അതിന് മലയാളത്തെ കണ്ടതാ ആ മൂക്കന്നെ നിരപ്പായിട്ട് എന്താ നീ പറഞ്ഞത്? വേണ്ട, കയ്യാങ്കളി വേണ്ട, വിട് സാറേ. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ ആരാ? ആരാ ഇവൻ? ഓഹോ, അപ്പൊ ഇതാ പ്രതിയില്ലേ? പോകാം. അതിനു മുമ്പ് എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് മതി. തനിക്ക് ആരാണോ സർക്കിലെ വക്കീൽ മാധവന്റെ വീട്ടിൽ കയറി ഈ ഭരണനാട്യം കളിക്കാൻ ലൈസൻസ് തന്നത്? കഴിവറി അത് നിന്റെ അപ്പൻ. സാർ എന്താ കരുതിയെ? ഒരു കാരണവും കൂടാതെ കണ്ണത്തടിക്കാൻ വരുന്നവർക്ക് പൂർണ്ണ സമ്മതനായി നിന്ന് തരാനും മറുകരണം കാട്ടിത്തരാനും ഞാനൊരു ഗാന്ധിയൊന്നുമല്ല. തലയ്ക്ക് തലയെടുക്കാൻ ഹിറ്റ്ലർ മുസോളിനിയുമല്ല. അയാൾ മനു മാധവൻ, സൺ ഓഫ് അഡ്വക്കേറ്റ് മാധവൻ. പിന്നെ ഒരു കാരണവും കൂടാതെ എന്റെ നേർക്കും ഇരുന്ന കൈ അത് ഏത് CIയുടേതായാലും ഏത് SIയുടേതായാലും ഏത് IG-യുടേതായാലും നിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതിൽ മറ്റൊരുടേതായാലും ഈ മനുമാധവൻ ബന്ധപ്പെടില്ല. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ താനിട്ടിരിക്കുന്ന ഈ കാക്കിയുണ്ടല്ലോ, അത് ആരുടെ പേരിലും കുതിര കയറാനുള്ള ലൈസൻസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാറിന് നോക്കി ഇതും കാക്കിയ വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നവന്റെ കാക്കി, കൈയും മോയിലും പുരണ്ട കാക്കി. ഇതിൽ ആരുടെ രക്തത്തിന്റെ മണമോ ആരുടെ മനപ്രാഗൊത്താവില്ല. പിന്നെ കാക്കിയുടെ മഹത്വം സാറിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 24 മണിക്കൂർ നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരുടെ രക്ഷാകവചമാണ് കാക്കി. നമ്മുടെ നാടിനൊക്കെ സംരക്ഷണം നൽകുന്ന നിയമപാലകരുടെ മേലങ്കിയാണ് കാക്കി. അധ്വാനിക്കുന്ന തൊഴിലാളി സമൂഹത്തിന്റെ ശിരോവസ്ത്രമാണ് കാക്കി. ഇതിനെല്ലാം കളഞ്ഞ തന്നെ പോലെ കോറണമുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ. സാറേ ഇപ്പൊ മനസ്സിലായില്ലേ സാർ? പാവം മാനേജറല്ല പ്രൊപ്പറേറ്റർ മമ്മി മാത്രമേ. ഇനി മാനേജറൊക്കെ പൊക്കോട്ടെ. സാറിനുള്ള തൊണ്ടിമുതൽ ഇപ്പോഴും എല്ലാം ശരിക്കും എല്ലാം കൊടുക്കും. പക്ഷെ മകൻ അങ്ങനെയല്ല കേട്ടോ. എന്തുകൊണ്ടില്ല അച്ഛനെല്ലാം മകന്റെ മകന് ഞാൻ ആഗ്രഹിക്കുന്ന പഠിപ്പിച്ച സാറേ ഞാനും പോട്ടെ. അല്ല പോയി വരട്ടെ. പോകട്ടെ. ഈ വീട്ടിൽ ഒന്നിനും ഞാൻ വെറുതെ വേണ്ട, ഒന്ന് എനിക്കറിയാം. സാറ് ഏതോന്റെ നക്കാപ്പിച്ചയുടെ ബലത്തിലാ ഇപ്പൊ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ നൃത്ത നാടകം. ഒരു ബലത്തിൽ തന്നെ ഒരാളുടെ പരാതി. ആരുടെ പരാതി? എന്ത് പരാതി? സാറ് പറ. ബെന്നി സെബാസ്റ്റ്യൻ KL01 15 പതിനേഴ് ബെൻസ് കാർ ഒരാഴ്ചയായി കാണാൻ കഴിഞ്ഞു. അതിന്റെ അന്വേഷണത്തില ആ വാഹനം നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടെത്തിയത്. അതെങ്ങനെ ഇവിടെ വന്നു ആളറിയാതെ? ആ വണ്ടിയുടെ AC കംപ്ലൈന്റ് ആയിട്ട് ഒരു ലേഡിയാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. എന്റെ അടുത്ത് എന്റെ മാനേജറാണ് പറഞ്ഞത്. എന്നാ കൊണ്ടുവന്ന ആളുടെ നമ്പറില്ലേ? വിളിക്ക്. ആ നമ്പറിൽ വിളിക്കുമ്പോഴെല്ലാം ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അത് തന്നെ നുണയല്ലേ? അതുകൊണ്ട് ആ വണ്ടി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്റെ വർക്ക്ഷോപ്പിനകത്ത് കിടക്കുന്ന വണ്ടി എന്റെ സമ്മതം കൂടാതെ കസ്റ്റഡിയിൽ
നിയമം വകുപ്പൊന്നും മനുമാധവൻ പഠിപ്പിക്കണം. മനുമാധവൻ നിയമലംഘനം നടത്താറുമില്ല. പിന്നെ ഞാനിപ്പോ ചെയ്യുന്നതോ മോഷണം പോയ വണ്ടി തന്റെ വർഷാപ്പിൽ കണ്ടെത്തും. അതിനൊന്നും തെളിയുന്നില്ല. തനിക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടല്ലേ? ചന്തക്കുന്ന് ചാക്കോച്ചിടമാണ് ചാടിക്കുഞ്ഞാൻ. താൻ ഒരുമാതിരി ചന്തക്കാരന്റെ സ്വഭാവം എന്നോട് കാട്ടിയായിരുന്നല്ലോ. ഈ മനുമാധവൻ ആരാണെന്ന് ശരിക്കറിയും. എന്നാ ക്ഷമിക്കണ അഡ്വക്കേറ്റ് മാധവന്റെ മകൻ മനുമാധവനും സത്യചന്ദ്രനും തെളിയിക്കണ. തെളിയിക്കും സാറേ. ഇന്നലെ നാളെ ഈ മനുമാധവൻ അത് തെളിയിക്കുക തന്നെ ചെയ്യും. ആ ചേച്ചി വെച്ചത് ആ CI സാറ് പോയില്ലേ? നീ ആരും വിളിച്ചില്ലെന്നാ പറഞ്ഞത്? ആ കാലോട്ടത്തെ ചേച്ചി. അതെയോ? എന്നാ ആ നമ്മൾ അവിടെ തിരിച്ചു വിട്ടു. ഇപ്പോ മനസ്സിലായ സാറേ, സത്യസന്ധനായ അഡ്വക്കേറ്റ് മാധവന്റെ മകൻ മനുമാധവന്റെ സത്യസന്ധയുടെ അളവ് എത്രയാണെന്ന്. ആ ചേച്ചി മണിയാ, ഞാൻ പ്രൊപ്പറേറ്റർക്ക് കൊടുക്കാം, സംസാരിച്ചോളൂ. ഹലോ, മഹേശ്വരി വർക്ക്ഷോപ്പിൽ നിന്ന് പ്രൊപ്പറേറ്റർ മനുമാധവൻ. മനസ്സിലായോ? മനസ്സിലായി. താൻ കാര്യമാ. എവിടെയോ കേട്ടുമാണ്, എവിടെയാണെന്ന് ഓർമ്മയില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല. താങ്കളുടെ വണ്ടി AC ശരിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം വന്ന് എടുത്തു പോയിക്കോളൂ. ഈ ശബ്ദം നല്ല പരിചയമുണ്ട്. ആരാത്? എന്താ കുട്ടി പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. ആഴ്ചയായില്ലേ കൊണ്ടുവന്നിട്ട്. വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. താൻ ഇപ്പോഴല്ലേ ശരിയാക്കിയത്? ഞാൻ എന്റെ സൗകര്യം പോലെ കൊണ്ടുപോയിക്കോളാം. നിങ്ങളുടെ സൗകര്യത്തിനോ? അതൊന്നും പറ്റില്ല. എന്താ, താനതിന് ചെലവൊന്നും കൊടുക്കുന്നില്ലല്ലോ. പിന്നെ തന്റെ സ്ഥലത്തിടുന്നതിന് പാർക്കിംഗ് ഫീ എത്രയാണെങ്കിലും തന്നോളാം. അതൊന്നും വേണ്ട. ആ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, താൻ ആ വണ്ടി എടുക്കുന്നു? താൻ എന്താണ് പറഞ്ഞത്? മോഷ്ടിക്കേ? അതേ, എന്റെ ഇച്ചായന്റെ വണ്ടിയാ. എന്നീ സെബാസ്റ്റ്യൻ. അതെയോ? സോറി. എന്നാ വേണം സൗകര്യം പോലെ വന്ന് എടുത്തുകൊണ്ടിരിക്കോളൂ. ഓക്കെ. ഇപ്പോ പറയുന്നതെല്ലാം സാർ കേട്ട് കാണും. ഇനി എന്ത് പറയുന്നു? വണ്ടി കസ്റ്റഡിയിൽ എടുക്കണോ അതോ എന്നെ കസ്റ്റഡിയിൽ എടുക്കണോ? വേണ്ട, ND സെബാസ്റ്റ്യൻ കാര്യം പറയാതെ പരാതികളാണെന്ന്. അയാൾക്ക് വേണ്ടി ഞാൻ ചോദ്യമൊന്നും വേണ്ട. ഇനി പരാതി പറഞ്ഞാലേ ഉള്ളൂ. രേഖാമൂലം തന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, രേഖാമൂലമൊന്നുമില്ല. അപ്പൊ അതാണ് താൻ കരുതിക്കുട്ടി മനുമാധവനെ പരസ്യമായി നാണം കെടുത്താനുള്ള കളി കളിച്ചതാ അല്ലേ? തന്റെ വിരട്ടലിൽ മനുമാധവനാണ് വിരണ്ടു പോകുമെന്ന് കരുതി ഓരോരോ മുതലാളിമാരുടെ കയ്യിൽ നിന്നും നക്കാപിച്ചമായി സാധാരണക്കാരന്റെ നെഞ്ചിൽ കുതിര കയറുമ്പോ ആലോചിച്ചില്ല ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന്. എടോ ചാടിക്കുഞ്ഞെ, താൻ വെറും ഒരു സർക്കിളാ. സർക്കിൾ എന്ന് വെച്ചാൽ വൃത്തം, അതായത് വട്ട പൂജ്യം. താൻ അതിനകത്തിനകത്ത് കളിച്ചാൽ മതി. പുറത്തിറങ്ങി കളിക്കുമ്പോ ഇങ്ങനെയെല്ലാം സംഭവിക്കും. മനസ്സിലായോ? ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ വെറുതെ പോയാലോ? സാറ് നിന്റെ ഈ വീട്ടിലും എന്റെ വർഷപ്പൻകാരും കളിച്ച കളിയൊക്കെ ഏത് വകുപ്പിൽപ്പെടുമെന്ന് അറിയോ? ഒരാളെ കുറ്റകരമായി അപമാനിക്കുക, ഭീഷണിപ്പെടുത്തുക, അതായത് IPC 504, IPC 506 ആണല്ലോ. അതെ, വകുപ്പല്ല തന്നെ. അപ്പൊ അതിനുള്ള ശിക്ഷയോ? 3 മാസം വരെ തടവ്, അതായത് ജോലിയില്ലാതെ ജയിലിൽ കഴിയാം. ഇത് വാങ്ങിത്തരാൻ ഈ മനുമാധവൻ അധികം വീരപ്പെടുത്തൊന്നും വേണ്ട. എന്താ വാങ്ങിത്തരണോ? ഞാൻ വേണ്ട, ഇത്തവണ ഞാൻ ക്ഷമിക്കാം. സർക്കിൾ സാറിന് മനുമാധവൻ ആദ്യമായി തരുന്ന ഭിക്ഷ. പക്ഷെ ഒന്ന്, ഇനി ഒരിക്കൽ കൂടി ഈ അഡ്വക്കേറ്റ് മാധവന്റെ വീട്ടിൽ താൻ നൃത്തം ചവിട്ടിയ അതൊരു 1.5 നൃത്തമാവും. ആ താനെന്ന് എന്റെ വർക്ക്ഷോപ്പിൽ കയറി എന്റെ മാനേജർ കുട്ടിയൊന്ന് നോക്കിയത് ഞാൻ അറിഞ്ഞു. പകരം നോക്കാൻ ഈ മനുമാധവൻ അറിയാനിട്ടോ കഴിയാനിട്ടോ അല്ല, താനിട്ടിരിക്കുന്ന ഈ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒഴിവാക്കാം. ഇനി ഒന്ന് മനസ്സിലാക്കി. എന്റെ മനസ്സിലൊന്നുമില്ല, ഉള്ളതിപ്പോ എന്റെ ഈ കയ്യില. അത് ഞാൻ സൗകര്യം പോലെ തന്നോളാം. ഇതൊന്നും ബാക്കിയുള്ളത് കൊണ്ട് ചാണ്ടി സാറേ, നമുക്ക് അധികം വൈകാതെ ഒരു അഭിമുഖ സംഭാഷണം കൂടി വേണ്ടി വരും. ഇപ്പൊ തൽക്കാലം
എന്നാലും ആ ഫോണിൽ കേട്ട ശബ്ദം അത് അവിടെ തന്നെ. അല്ല സാർ ഇവിടെ തന്നെ ഉണ്ടോ? നല്ല ഉറക്കാതെ തോന്നുന്നു. കണ്ണു നിറച്ച ഉറങ്ങി. എന്താ സ്വപ്നം കാണാൻ? എന്താ നിനക്ക് കാണണം? എനിക്കോ? ഞാനിത് സ്വപ്നം കാണാൻ ഇരിക്കുന്ന കണ്ട. പിന്നെ എന്തിനാണോ ഇങ്ങോട്ട് എഴുതുന്നത്? എന്റെ ശല്യം ചെയ്യാനാ? അപ്പൊ അതിന്റെ ഓപ്പറേറ്ററെ പിന്നെ എന്താണ് മാത്തപ്പ? മാത്തപ്പനോ? അതിന്റെ അപ്പനല്ലേ ഞാൻ മണി മാത്തപ്പൻ. ഓ സോറി, എന്റെ മനസ്സ് ഇവിടെയൊന്നുമല്ല. ആട്ടെ, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചീച്ചോന്നിട്ടുണ്ട്. ഏത് ചേച്ചി? അപ്പൊ അതും വന്നോ? ആ കാറിന്റെ ഏസിനൊക്കെ കൊണ്ടു ചേച്ചി. അതിനെന്താ, അത് നേരെ എടുത്ത് പോയിക്കോളാൻ പറ. ഇങ്ങോട്ടോ? അതൊന്നും വേണ്ട, അവരോട് വണ്ടി പോവാ. ശരി ശരി, പോ. ഒരു കാര്യം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മതി. ഒരു ഇഞ്ചൻ കിട്ടില്ല. ഓപ്പറേറ്ററെ കണ്ടേ പോകുന്ന പറയിക്കണ്. ആ ചേച്ചിയുടെ പാവം മറ്റും കാണുമ്പോ ഈ ഓപ്പറേറ്ററെ കൊണ്ട് ചേച്ചി പോകുന്ന തോന്നൽ. അതെ, നീ ആ കാര്യങ്ങളൊക്കെ വിട്, അവ ഒന്നും വേണ്ട. പിന്നെ നീ അവരോട് വണ്ടിയുടെ ശരി പോ. മണി മാത്രം പറ്റിയ പ്രായക്കാരെ എപ്പ സോളോ ചോദിച്ച പോലെ ഇത് എനിക്ക് പറ്റിയ കേസല്ല. നീ നിന്ന് അതൊന്ന് വേഗം പോയിട്ട് വേണം. എനിക്ക് തൊള്ളാൻ പറ്റിയ കേസല്ല. ഇത് തൊള്ളാൻ ഓപ്പറേറ്റർ തന്നെ ഉണ്ട്. കളിക്കല്ലേ? ചേച്ചി അതെ, അവരിവിടെ വന്ന് ചോദിക്കുക സാർ, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. വർത്താൻ വലിയൊരു സാധനം വിളിക്കുമ്പോ ഞാൻ എങ്ങനെ നോള പറയാ? അല്ല, ഇത്രമാണ് പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്നാണോ പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു എപ്പിടപ്പി? മണിമാതപ്പ, നീ നിന്ന് ചോദിക്കാതെ പെണ്ണിനെ എങ്ങനെയൊന്നും പറഞ്ഞോടെ നമ്മളെ. ഒന്ന് ചോദിക്കുമ്പോ ഓപ്പറേറ്ററോട് എന്താന്ന് പറയാൻ പറയിക്കണ്. പക്ഷെ വലിയൊരു സാധനം വിളിക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ ഇല്ലാന്ന് പറയാൻ? ഇതായിട്ട് ചേച്ചി ഓപ്പറേറ്ററെ ഈ താഴ്ത്തിരിക്കുന്ന വേണ്ട, ചേച്ചി കണ്ടു. നല്ല പരിചയമുള്ള ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർമ്മ വരുന്നില്ല. എന്താ ഓപ്പറേറ്ററെ ആദ്യത്തെ ചോദ്യം കണ്ടപ്പോ തന്നെ എപ്പിടപ്പി ആരും. മണിമാതപ്പ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അപ്പൊ എന്നോട് വണ്ടി എടുത്ത് പോകാൻ പറയാ. നല്ല പരിചയമുള്ള ശബ്ദം. അതെ, അത് തന്നെ എന്റെ, അതെ ആ ശബ്ദം തന്നെ. അല്ല, ഇപ്പൊ എന്താണ്ടായി? ഓപ്പറേറ്ററുടെ ശബ്ദം കേട്ടപ്പോ ചേച്ചിക്ക് എപ്പിടപ്പി ആയോ? ചേച്ചി ഇത് കേട്ട് പഠിക്കുന്നണ്ട. ഓപ്പറേറ്റർ അല്പങ്ങൾ തന്നെ സ്വഭാവ. മണിമാതപ്പ, എന്നോട് വണ്ടി എടുത്ത് പോകല്ല. ഞാൻ പോയിക്കോളാം. അതിനു മുമ്പ് ആ മുഖം ഒന്ന് കണ്ടോട്ടെ. എവിടെയെങ്കിലും വെച്ച് കാണുവാണ് തിരിച്ചറിയാലോ ആളാരാ. അങ്ങനെ ആദ്യമൊന്നും വേണ്ട. മണിമാതപ്പ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ചേച്ചിയോട് ഒറ്റയ്ക്ക് പോയിക്കോളാം പറയാ. ആണല്ലോ, എന്നാ പറഞ്ഞ പണി ചെയ്താൽ മതി. 5-10 കൂട്ടി വായിക്കാൻ നിനക്കായിട്ടില്ല. ആവുമ്പോ വായിച്ചാൽ മതി. മനസ്സിലാടാ മാത്തപ്പ? രക്ഷയില്ല. ചേച്ചി പോകാം. പോകാം, പക്ഷേ വണ്ടി എടുക്കാൻ ചാവി വേണ്ടേ? വണ്ടിയുടെ ചാവി സ്വന്തം പോക്കറ്റിൽ വെച്ചിട്ടാണ് വണ്ടി എടുത്ത് പോകാൻ പറയേ. വണ്ടി എടുത്ത് പോകാൻ പറയും. എന്നെ കൊണ്ട് പഠിപ്പിക്കണേ. ഈ ചേച്ചി ഒരു പാവമായി കാരണം പോയി. ഇത് വന്ന ഉടനെ അത് പറയാമായിരുന്നില്ല. പറയായിരുന്നു. എന്നാ വന്നപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? സിറ്റുവേഷൻ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. എന്നാണ് ഇനി പോയിക്കോളാം. ഇനി എന്താ ചേച്ചി
ചേച്ചി പോയിക്കോ. ആ ഓ ശരി ചേച്ചി. മഞ്ചാടി അവര് പോയോ? ആ പോയി. ബിനി മനുവേട്ടൻ ബിനി ഇത് രണ്ടും കൂടി കണക്ക് കൂട്ടി പെരുക്കി അയക്കുമ്പോ ഇവർ തമ്മിൽ ഒരു സെന്റിമെന്റിലില്ലേ? അതല്ലേ കണ്ടപ്പോഴേക്കും എന്തായത്? ചേച്ചി ചേച്ചി ഒന്നറിയില്ല. പാവം നോർമലിങ്ങനെ പോവാ. നിക്ക് നിക്ക് ഇവിടെ അല്ലായിരുന്നല്ലേ ഇപ്പൊ കള്ള നിങ്ങൾ തമ്മിൽ പണ്ട് മുതലേ പിഴപ്പിയായിരുന്നല്ലേ? മഞ്ചാടിയെ സ്മാർട്ട് സ്മാർട്ട് വേണ്ട. എന്താ ഈ പറയുന്നത്? ഈ മാനേജ് ഓവറായ ഈ രണ്ടാട് ഒരു പഴിക്കാക്കം. നിങ്ങൾ കണ്ടേ പിടിപ്പിയ സ്ഥിതി ഈ മാനേജർ കൂടെ ഓടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോണ്ട. ആ കുട്ടിയെ കൂടി പോയ എന്തോ കുട്ടീനോ? അപ്പൊ കടുവെ കിടുവ വിഴിഞ്ഞോ? എന്താ ഒന്നുമില്ലേ? ചേച്ചി ഞാനിങ്ങനെ പോട്ടെ. വേണ്ട ചേച്ചി കൊടുത്തെനിക്ക് നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ പെറുക്കിയെടുത്ത് പുതുക്കിയിട്ട് കടുവെ മെരുക്കി മൈക്കെടുത്ത് സാവധാനം വന്നാൽ മതി. മഞ്ചാടി ചേച്ചി വിഷം പേടിക്കുന്ന വേണ്ട. തന്നെ കടുവ ഒരു പാവ ചേച്ചി. മഞ്ചാടി നിന്നെ ചേച്ചി പഠിക്കണ്ട. ഞാൻ പറഞ്ഞ എന്താ കുട്ടി പോകുന്നില്ല? ഫോണിൽ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. നേരിൽ കണ്ടപ്പോൾ സംശയം തീർന്നു. അയാൾ അന്നത്തെ ആ നടുവെട്ട് തന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ആ ശബ്ദത്തിനൊരു മാറ്റമില്ല. എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ അഭിനയിക്കുന്നത് മനുവേട്ട? കഴിഞ്ഞ 10 വർഷമായി ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൂരം പെട്ടാൽ സ്നേഹം നിൽക്കുക എന്നൊക്കെയാണ് പറയുക. എന്നാൽ ഇവിടെ സ്നേഹത്തിൻ്റെ ആഴം കൂടിക്കൂടി വരികയാണ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും നേരിൽ കണ്ടപ്പോൾ മനസ്സിൽ ഇരിപ്പിടം ഒന്നുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാലും അഭിനയം ഞാൻ തൽക്കാലം നിർത്തുന്നില്ല. തുടരാം. എനിക്ക് മാത്രം കഴിയുമെങ്കിലും ഇവർക്കതിന് കഴിഞ്ഞാലും ഒന്നുമില്ല. ഇനി പോയിക്കൂടെ? ഞാൻ പോയിക്കോളാം. അതിനു മുമ്പ് ഇവിടെ ഒരു ചോദ്യം, അവിടെ ഒരു ഉത്തരം. ആ ഉത്തരം സത്യസന്ധമായിരിക്കണം. തൽക്കാലം അവിടുന്ന് ഒരു ചോദ്യവും വേണ്ട, ഇവിടുന്ന് ഒരു ഉത്തരവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ മോള് പോ. അതെ, 10 വർഷം മുമ്പ് കോളേജ് ലൈബ്രറി വെച്ച് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന അതേ വാചകം ഇപ്പൊ മോളില്ല. 24 മണിക്കൂർ എന്റെ മനസ്സിൽ തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ആ ചോദ്യം ഇതിലൂടെ ഒരു ചെറിയ വാചകം കൂടി ഉണ്ടല്ലോ. അതെന്താ മാറുമോ? തൽക്കാലം ഒരു വാചകവുമില്ല, വാക്യവുമില്ല. ഇപ്പൊ മോള് വിട്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ മോള് പോയി. എല്ലാം പിന്നീട് പറയാം. 10 വർഷം കഴിഞ്ഞിട്ടും ആ പിന്നീട് ആയില്ലേ? എന്തൊക്കെയാ കുട്ടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മനസ്സിലായിട്ടും ഒന്നും മനസ്സിലായില്ല പറയുന്നതോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആ മനുവേട്ടൻ തന്നെയല്ലേ? അതെ. അല്ലല്ല, ഏത് മനുവേട്ടൻ? അന്ന് ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് വരുന്ന വഴി എന്നൊരു കാർ കെട്ടിപ്പിടിച്ച് ഓർമ്മയില്ലേ? എല്ലാം എനിക്ക് പകൽ പോലെ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ നിസ്സഹായത അത് എങ്ങനെ കുട്ടിയോട് പറയും? അന്ന് തലപൊട്ടി രക്തം പറഞ്ഞിരുന്നത് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സ്വന്തം രക്തം നൽകി എന്നെ ജീവിപ്പിച്ചത് മനുവേട്ടൻ. ആ മനുവേട്ടൻ തന്നെയല്ലേ ഈ മനുവേട്ടൻ? ഇതിപ്പോ ഏതാ മുതൽ
അല്ല മാമ, ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? എന്താണെന്ന് ചോദിച്ചത്? അങ്കിള എന്നോട്ട് ഞാനെന്ന കുട്ടിയുടെ അങ്കിളായേ. മാമ, മാമന്റെ പ്രായത്തെ ബഹുമാനിച്ച് വിളിച്ചതല്ലേ? മനസ്സിലെന്ന് ഇഷ്ടം തന്നെ. അല്ല കുട്ടിയെ എന്തിപ്പോ പറഞ്ഞേ? പേര് പറഞ്ഞില്ല. ആ കുട്ടിയുടെ പേരും നാളൊക്കെ എന്തിനാ അറിയുന്നത് മാമ? ഇവിടെ വല്ല കല്യാണാലോചന മറ്റും നടത്തുന്നുണ്ടോ? എന്നാലും കേൾക്കുന്നില്ല. അല്ല പേര് പറഞ്ഞില്ല. ഇനി സെബാസ്റ്റ്യൻ. മനുകൂട്ട ഇവിടെ ഒരു നസ്രാണി വന്നില്ലേ? സെബാസ്റ്റ്യൻ കുരുമുളകോ എന്തോ? കുരുമുളകെല്ലാം ഉണ്ട്. കുട്ടിയോടല്ല മനുകൂട്ടനോട്. രണ്ട് കള്ളന്മാരാണ് പറഞ്ഞത്. സെബാസ്റ്റ്യൻ ഗുരുവിടാന്ന മാമ. ആ അതെ, സെബാസ്റ്റ്യൻ കുരുമുള പപ്പന്റെ ശത്രു. അപ്പോഴേ നമ്മുടെ ശത്രു. നമ്മുടെ ശത്രുവിന്റെ മകളായത്. ഇവിടെ നിൽക്കണ്ട കിട്ടോ. മാമ, ഇപ്പോഴെങ്കിലും എന്റെ മാമന് ബോധോദയം ഉണ്ടായല്ലോ. മാമനല്ല മരുവേണ്ട ബോധയുണ്ടാവട്ടെ. എന്തുകൊണ്ടാ നിന്ന് തീർക്കുന്നത്? ശത്രുവിന്റെ മകളെ വേണ്ടാണ്. എന്താ ശത്രുവിന് മകൾ മിത്രല്ലേ? നിത്രയമില്ല പത്രയമില്ല കുട്ടി പോകണം കേട്ടോ. ശങ്കിലൊരു കുത്തും തന്നിട്ട് പോകുന്നതല്ലേ? പെട്ടെന്ന് കേട്ടോ. എന്തുകൊണ്ടങ്ങനെ തീരുന്നോക്കെ? അത് മാമന്റെ ഗ്ലാമർ കണ്ടിട്ട് നോക്കുന്നതാ. അങ്ങനെ വഴിയില്ല. ചിലപ്പോ പേര് കേട്ടിട്ടാവും മനോഹരനുള്ളത്. അല്ല ശരിക്കും ഗ്രാമറുണ്ടോ? പിന്നെ ഇല്ലാഞ്ഞിട്ടാണോ ആ ശാന്ത ചേച്ചി അന്വേഷിക്കാറ്? അല്ല അതെങ്ങനെ മനസ്സിലാവില്ലേ? ആ ചേച്ചി എന്നോട് ചോദിക്കാറുണ്ട്. എന്നാലേ അത് അങ്ങനെ തന്നെ നോട്ടെ. പപ്പയോട് പറയല്ലേ? ഏയ്, എന്റെ മാമന് ഈ മണിക്കൂട്ടന്മാരെ വെക്കുകയോ? വിശ്വസിക്കാലോ. എന്നാലേ മാമൻ കാര്യം മൺകുട്ടനും ആ കുട്ടി തമ്മിൽ എന്തുണ്ടാവില്ല. ഈ മാമൻ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ബന്ധോ? എനിക്കറിയാതാ. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴേ രണ്ടിന്റെ നോട്ടം മാമൻ ശ്രദ്ധിച്ചു. ഈ മാമേ ഒരെണ്ണ ചോറയും നീലക്കുള്ള ഒരു പുരുഷൻ തന്നെ. ഒരു ആണിന്റെ പെണ്ണിന്റെ നോട്ടത്തിന്റെ അടുത്ത് ഈ മാമനറിയാം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഞാൻ കാണുന്നതല്ലേ മാമനും ആ ചേച്ചിയും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി വെള്ളക്കി നിൽക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ആ ചേച്ചിയെ അമ്മായിന്ന് വിളിക്കേണ്ടി വരുമോ? മാമന് തലകേറിയല്ലേ? തൽക്കാലം എന്റെ കയ്യില് കാലം കിട്ടി. ഇന്റെ കയ്യില് കാലം പറ. ഏതാ കുട്ടി? സത്യം പറ. ഞാൻ അന്നൊരിക്കൽ മാമനോട് പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം. ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി. മാൻകുട്ടന് പെറ്റ കുട്ടികൾ തന്നെ. പക്ഷെ നമുക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. അതന്നെ മാമ, ഞാനിപ്പോ തുള്ളിക്ക് മാറി കഴിഞ്ഞു. നീ തുള്ളിക്ക് മാറിക്കോ. പക്ഷെ ആ കുട്ടിയെ നോക്കുമ്പോ ആൾക്കാരുടെ തുള്ളിക്ക് വരുന്ന ലക്ഷണം കേട്ടോ. അതന്നെ മാമ എന്റെ ചിന്താ വിഷയം. എന്നാ അത് വലിയ വിഷയം നടക്കണ്ട. അറിയാലോ? അറിയാം. എന്നാൽ മാമ, കഴിഞ്ഞ 10 വർഷമായി ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് എന്റെ മനസ്സിൽ. അപ്പോഴേ നിങ്ങൾ തമ്മിൽ കാരണമുണ്ടാവല്ലോ. കാരണമുണ്ട് മാമ. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോളേജിൽ BA പഠിക്കുന്ന സമയത്ത് ഞാൻ ഫൈനൽ ഇയറും ആ കുട്ടി ഫസ്റ്റ് ഇയറും. ഒരു നാൾ കോളേജിലേക്ക് വരും വഴി ആ കുട്ടിയെ ഒരു കാർ ഇടിച്ചു. റോഡിൽ തലയടിച്ചു വീണ ആ കുട്ടിയുടെ തല പൊട്ടി രക്തം വാർന്ന് ബോധരഹിതയായ ആ കുട്ടിയെ ഞാൻ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. ധാരാളം രക്തം പോയതിനാൽ മരണത്തോട് മല്ലട്ടിരിക്കുന്ന ആ കുട്ടിയെ എന്റെ രക്തം കൊടുത്ത് ഞാൻ ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. എല്ലാം നോർമലായപ്പോ ആ ഡോക്ടർ നടന്നതെല്ലാം കുട്ടിയോട് പറഞ്ഞു. അന്നു മുതൽ ഞങ്ങൾ അറിയാതെ അടുത്ത് തുടങ്ങി. പരസ്പരം പിരിയാൻ പറ്റാത്തത്. എന്നാലും ഞാൻ എന്റെ മനസ്സിനെ നിയന്ത്രിച്ചു. കോളേജിൽ നിന്നും വിട പറയുന്ന ദിവസം ആ കുട്ടി എന്നോട് ഫോൺ നമ്പർ ആവശ്യപ്പെട്ടു. ഞാൻ മൗനം പാലിച്ചു. എന്റെ കൂട്ടുകാരിൽ നിന്നോ മറ്റോ ഫോൺ നമ്പർ ശേഖരിച്ച് 1-2
ഫോൺ ബന്ധം ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുമെന്ന് കരുതി ഞാൻ ആ ഫോൺ നമ്പർ തന്നെ മാറ്റി. അതിനുശേഷം ഞാൻ ഒന്നും അറിയാറില്ല. കുട്ടന്റെ മനസ്സിലല്ല കരിക്കലൊന്നും പറയാൻ പറ്റില്ല. അതിന് കടുപ്പം കൂടിയേ കുട്ടൻ എന്നെ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടൻ ചെയ്തത് എത്ര വലിയ പാപമാണെന്ന്. ശരിയാ, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപം തന്നെ. അങ്ങനെയെങ്കിലും ഞങ്ങൾ പരസ്പരം അകന്നകന്ന് മറന്നു രണ്ട് ലോകത്താവട്ടെ എന്ന് കരുതി. എന്നിട്ടിപ്പോ എന്തു കാര്യം? എന്താ പരസ്പരം അകന്നകന്ന് മറന്നു കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ഈ നീണ്ട 10 വർഷത്തിനിടയ്ക്ക് ആ കുട്ടിക്ക് മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാമായിരുന്നു. അപ്പോ കുട്ടന് മാറുന്നില്ല അവരുടെ ജീവിതം. കഴിയില്ല മാമ. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം ജനിച്ചാലും ഞങ്ങൾക്ക് തിരിയാനാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മിക്കാനാവില്ല. അതുകൊണ്ട് തൽക്കാലം കുട്ടത് പറഞ്ഞതാ. മറക്കാൻ പറയാൻ എന്തെളുപ്പം. ഒന്നും ഓർക്കാതിരിക്കാൻ കഴിഞ്ഞെങ്കിലേ മാമ മറക്കാൻ പറ്റും. ശരിയാ, പക്ഷെ ആ കുട്ടി ആരാ? പപ്പയുടെ ശത്രുവിന്റെ മകൾ മാത്രമല്ല, ഒരു നസ്രാണി പെണ്ണ്. ഒരു നസ്രാണി പെണ്ണിനെ പറ്റി മാതാവിന്റെ മകൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ പപ്പയുടെ അഭിമാനം ഇല്ല, എനിക്കത് കഴിയില്ല. എന്റെ പപ്പ കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ, മറ്റാരുമുള്ളൂ. എന്റെ പപ്പ ഈ കഥയൊന്നും അറിയരുത്. മാമൻ എന്റെ പപ്പയെ ഈ കഥയൊന്നും അറിയിക്കരുത്. അറിയിക്കുന്നത് വാക്കുതരം മാമ. മാമനായിട്ട് പപ്പയും അറിയില്ല. സത്യം മതി, അത് മതി. എന്നാ മാമ, ഞാൻ ഇപ്പൊ വരാം. ഇനി ഇങ്ങോട്ടാ ഭക്ഷണം കഴിച്ചു പോകണം. ഭക്ഷണം ഇന്ന് എനിക്ക് ഒന്നും വേണ്ട, ഒന്നിനും കഴിയില്ല. പാവം എന്റെ മണിക്കൂട്ടെ. ഇപ്പോഴേ ചെറുത്താനും കടലിന്റെ നടക്കായി ഞാനാ. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. മധുരല്ലേ, കളയാൻ പറ്റുമോ? എന്താ ചെയ്യാ? അവിടെ ഇറക്കി തന്നെ. ഹലോ, എന്താ ചാർലി? വർഷത്തിലാണ്. അല്ല, ഞാൻ വീട്ടിലാണ്. അടുത്താരെങ്കിലും ഇല്ല, ഞാൻ തനിച്ചിരുന്നു. ലങ്കയിലെ സെബാസ്റ്റ്യൻ മുതലാളിയുടെ ഒരു രഹസ്യം. അതിലെ രഹസ്യ സംഭാഷണങ്ങളാണ് വക്കീൽ മാധവൻ എൻ്റെ കുടുംബത്തെ ചാമ്പലാക്കുന്നു. എന്ത്? അതെ, മാധവൻ എന്നെ പച്ചയ്ക്ക് കത്തിക്കണമെന്നാണ് അവർ പറയുന്നത്. ഓഹോ, മീറ്റിംഗിൽ ആരൊക്കെയുണ്ട്? സെബാസ്റ്റ്യൻ മുതലാളി, ബെന്നി സെബാസ്റ്റ്യൻ, പിന്നെ CA ചാമ്പിക്കുന്ന്, MLA കുമാരൻ, പിന്നെ 2 തടിമാടന്മാർ ഉണ്ടലാണെന്ന് തോന്നുന്നു. അവരോട് വേണം ചെയ്തു. ഞാൻ മീറ്റിംഗിൽ വീഡിയോ എടുക്കുന്നത് ഞാൻ അയച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിച്ചു വേണം, മറ്റാരും അറിയരുത്. അപ്പോ സെബാസ്റ്റ്യൻ കുരുവിടയുടെ മകന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത അഡ്വക്കേറ്റ് മാധവനെ തീർക്കാനുള്ള പദ്ധതി അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിനെതിരിടാൻ ഞങ്ങളും റെഡിയാണെന്ന് അർത്ഥം. എന്തായാലും പഞ്ചാടിയെ വിളിക്കാം. നിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചത്. അപ്പൊ തന്നെ നീ ഇങ്ങോട്ട് എത്തിയല്ലോ. അതാണ് മനസ്സിൽ വിചാരിച്ചു മുന്നിൽ പ്രത്യക്ഷം. അതെ, എന്താ വിചാരിച്ചത്? അത് ഒരു സീക്രട്ടാ. നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കുറച്ച് പണിയുണ്ട്. എവിടെ? ഈ മാസത്തിലും? അതെ, നമുക്ക് വീടിന് പുറത്തായിട്ട് 1-2 ക്യാമറകൾ സ്ഥാപിക്കണം. ഇതൊരു ക്യാമറ ഇല്ല. പുറത്തെന്ന് പറഞ്ഞാൽ ഒന്ന് ആ മാവിന്റെ പേര് ഇങ്ങോട്ട് തിരിച്ച്, മറ്റൊന്ന് ആ കാണുന്ന കുളിമരത്തിൽ. ഈ മരത്തിലേക്ക് എന്തിനാ ക്യാമറയ്ക്ക്? ഇവിടെ ഈ 2-3 ദിവസത്തിനുള്ളിൽ പലതും നടക്കുവാനുള്ള സാഹചര്യം. അതെല്ലാം നമുക്ക് ആ ക്യാമറകളിൽ കിട്ടണം. ഇതൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം ഇത്രയെല്ലാം മനസ്സിലാക്കിയാൽ മതി. പിന്നെ 4-5 ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല.
എനിക്ക് ബിസിനസ് ആവശ്യമായി ദൂരെ വരെ പോകണം. പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ രാത്രി പകലും നീ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്തിനാണെന്നറിയാമോ? ഏതെങ്കിലും വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നീ ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നറിയും? നമ്മുടെ പപ്പ നടത്തുന്ന ഭാര്യയായ ശോഭ ചേച്ചിയുടെ വീട്. അതെ, എന്നാലും നീ ഉടനെ തന്നെ രാത്രി അവിടെ എത്തണം. ഉമ്മർ പരിസരത്ത് ഒളിഞ്ഞിരുന്ന് നീ നിന്റെ ഫോണിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പകർത്തണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ക്യാമറ നോക്കിക്കോളും. പിന്നെ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് ധൈര്യം തന്നെയാണ് ഉണ്ടോ? ഒരു ചെറിയ തെറ്റ് പോലും പറ്റരുത്. പറ്റിയാൽ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഈ മൈതാനിലെ പോലില്ലാത്ത ഒന്ന് ഈ കാര്യം അത്രയും സീരിയസ് അല്ലാതെ മഴയൊക്കെ എങ്ങനെ പറയുന്നത് എനിക്കറിയാം. ഇനി വഴിക്കണ്ട ഈ പറയാൻ ഈ മഞ്ചാടേറ്റു. ഞാൻ പറഞ്ഞത് വേറെ കാര്യം പറയാം. 2-3 വണ്ടി ദേശീയതാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. മഴയൊക്കെയല്ല. അപ്പൊ അവരോട് പറയണം. എന്തായാലും 4 ദിവസം എനിക്ക് ഒഴിവില്ല. അവർക്ക് തിരക്കാണെങ്കിൽ വേറെ വല്ല മാനേജർ കൊടുത്താൽ പറയാം. പിന്നെ ആ ചേച്ചി വിളിച്ചിരുന്നു. ഏത് ചേച്ചി? എല്ലാം ഈ മഞ്ചാടിയുടെ മുന്നിലേക്ക് ഇത് നടുക്കും നടക്കണമെന്നല്ല. നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്രനാല് ചേച്ചിമാര് വരാറുണ്ട്. അതിൽ ഏത് ചേച്ചിയാണ് നിന്നെ വിളിച്ചത്? അത് ശരിയാണ്. ഞാൻ അത്ര കടന്ന് ചിന്തിക്കില്ല. കാരണം നീ കിളിർന്ന് ചെക്കനാ. പ്രായത്തിനനുസരിച്ച് തുള്ളിയാ മതി. മനസ്സിലായോ? നീ നമിക്കും തൊഴുതും വേണ്ട. പറഞ്ഞതെല്ലാം ഓർമ്മണ്ടായാ മതി. ഒന്ന് പോടാ. രാത്രി മറക്കണ്ട. ഇല്ല, മറവ് പറ്റിയത് പറഞ്ഞില്ലേ. എന്തൊക്കെ ചെയ്യും? കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോഴാ വന്നത്? എന്താ കാര്യം? ആരെ കാണാനാ? പപ്പയെ വിളിക്കണോ? എന്താ മനുവേട്ട, ഒന്നും അറിയാത്തതുപോലെ ഇനിയെങ്കിലും വൃത്തിക്ക് വഴി അഭിനയം. എന്നെങ്കിലും തീ തീറ്റണോ? എന്നാ പോയിക്കൂടെ? ഞാൻ പോയിക്കോളാം. ഞാനായി വേദനിപ്പിക്കാനോ ശല്യം ചെയ്യാനോ വന്നതൊന്നും. പിന്നെ എന്തിനാണാവോ? ആരോട്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞേച്ച് പോയിക്കോളൂ. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞേച്ച് പോവാ. വക്കീൽ മാധവ മേനോനെ കത്തിച്ച് ചാമലാക്കിയത് നിന്റെ നാട്ടിലേക്ക് എന്താ കിട്ടാൻ പോകുന്നതാവോ? എങ്ങനെ സൂക്ഷിച്ചാലും വരേണ്ടത് വരും. അതുപോലെ ഞാൻ കുട്ടിയോട് ഒരു കാര്യം ചോദിച്ചാൽ കുട്ടി സത്യം പറയും. അത് എന്റെ മണ്ടയിൽ മണവച്ചതാണല്ലോ. ഒന്നുമില്ല, ഞാൻ ചോദിച്ചോട്ടെ. കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു? എന്നാലും എൻ്റെ ഈ മനുവേട്ടനെ മറക്കാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു? ചോദിച്ചോട്ടെ. അവിടെ കുട്ടിക്ക് കഴിഞ്ഞു. എൻ്റെ നെഞ്ചുകൊണ്ട് തന്നെ
ഇതിലും വലിയ കഥാലയൊന്നും കിട്ടിയില്ലല്ലേ? മറുപടിക്കും വിഷമമായി സാരില്ല. അന്ന് മറുപടി സിനിമയോട് മാറ്റിയതിനു ശേഷം ഞാൻ കുറിച്ച് വേദന അവിടെ തന്നിട്ടുള്ള ഒരു ജീവിതം എന്തെങ്കിലും മറുപടി ചിന്തിച്ചു. അപ്പോൾ മറുപടിയെ കുറിച്ച് വിഷമിക്കുക എനിക്കുമുണ്ട് വിഷമം. മുഴുവനും പറഞ്ഞു കഴിഞ്ഞു. എന്നാ വേണ്ട, ഇത്രയും മതി. ഇപ്പൊ മോളിപ്പോ വല്ലാതെ സൂചിക്കണ്ട, പോകാൻ നോക്ക്. എന്താ പറഞ്ഞേ? ആ ഓള് വന്നിരുന്നോ? എന്നോടാ പോവാ പോവാൻ പറഞ്ഞോ? ആര്? മൻകുട്ടാ, നീ കുട്ടിയോട് പോവാൻ പറഞ്ഞോ? പറഞ്ഞു. എന്താ പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞേച്ച് പോയിക്കോളാൻ പറഞ്ഞു. അത് തെറ്റാണോ? അതെ, അത് തെറ്റ് തന്നെ. വീട്ടിൽ വെക്കുന്നവരോട് അങ്ങനെ പറയാൻ പാടില്ല. ഇല്ല. എന്നാലും ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും കുത്തി തോന്നിക്കുമ്പോ ആർക്കായാലും വിഷമമുണ്ടാകും. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോ പഴയ ദുഃഖ സംഭാഷണങ്ങൾ എന്തൊക്കെയോ ഇവിടെ നടന്നിരിക്കുന്നു. അതിന്റെ പലപോകലായത് അല്ലേ? മൻകുട്ടാ, നിന്നോടാണ് കേട്ടോ? കേട്ടു. സ്നേഹമുള്ളവർ സ്നേഹത്തോട് പറയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സൂക്ഷിച്ചോളാം. മൻകുട്ടാ, നിങ്ങൾ തമ്മിൽ പഴയ ദുഃഖ സംഭാഷണങ്ങൾ കുറെ നടന്നു തോന്നുന്നു. അതെല്ലാം വിട്ടേക്ക്. അറിയാലോ? അറിയാം. എന്നാലും മാമ. ഒരു എന്നാലും വേണ്ട. മാമന് വേണമെങ്കിൽ വേണ്ട. പക്ഷെ എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എനിക്ക് വേണം. എന്റെ ജീവൻ എന്റെ അവിടെ. ആ പിന്നെ മാമ, ഞാൻ 4 ദിവസത്തെ ഉണ്ടാവില്ല. എനിക്കൊരു യാത്രയുണ്ട്. ഉല്ലാസ യാത്രയാണ് ഒന്നുമല്ല മാമ, ബിസിനസ് യാത്രയാണ്. അവന്റെ മനസ്സിൽ ഇതൊക്കെയോ സമയമായി ആരോടെ വന്നെന്ന് തോന്നുന്നു. ആ മാധവേട്ടാ, ആ പെട്ടിയിട്ടുണ്ട്. ആ പെട്ടി കാണാൻ സ്വസ്ഥമായി കാണണം, ഒന്ന് അഭിനന്ദിക്കണം. അതിനു വേണ്ടി തന്നെ അതെ, നന്നായി. ഇവിടെ ആകുമ്പോ നമുക്ക് സ്വസ്ഥമായി സംസാരിക്കാം. വന്ന കാര്യം പറഞ്ഞല്ലോ, തന്നെ ഒന്ന് അഭിനന്ദിക്കാൻ തന്നെ. അഭിനന്ദനം എന്തിന്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എന്റെ മകൻ സെബാസ്റ്റ്യന് ഈ ഉപരംഗം തടസ്സമായി കൊടുത്ത അഡ്വക്കേറ്റ് മാധവനെ അഭിനന്ദിക്കാൻ അവന്റെ തന്ത തന്നെ വന്നു പറയുമ്പോഴേ തനിക്കൊരു ക്രെഡിറ്റ് കിട്ടു. വക്കീൽ മാധവനാണ്. അങ്ങനെ ആരുടെ ഒരു അഭിനന്ദനവും വേണ്ട, ഒരു പ്രശംസയും വേണ്ട. അതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റും വേണ്ട. അഡ്വക്കേറ്റ് മാധവനെ ഇവിടെ ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ ഒരു നിലയിൽ വരുന്നുണ്ട്. അത് അന്നും ഇന്നും എന്നും അതിനൊരു കോട്ടവും തട്ടാൻ സംരക്ഷിക്കാൻ എന്നെ പോലെ സഹായവും എനിക്ക് ആവശ്യമില്ല. സെബാസ്റ്റ്യൻ, ഈ വിഷയമില്ലാതെ മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? മറ്റെന്ത് സംസാരിക്കാൻ? എന്റെ മനസ്സിൽ ഇപ്പോൾ ഈ വിഷയം മാത്രമേ ഉള്ളൂ. ഞാൻ അന്ന് തന്നോട് പറഞ്ഞതാ, വാദിഭാഗത്ത് ചേർന്ന് എന്റെ മകനെതിരെ കേസ് വാദിക്കരുത്. അതെ, പക്ഷേ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിത ബോധം എന്റെ മനസ്സിന് അല്ലാതെ അറിയും. ആ കുട്ടിയുടെ അപ്പോഴത്തെ സാഹചര്യം, അപ്പോഴത്തെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ, ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇക്കാര്യത്തിൽ ആ കുട്ടി നിരപരാധിയാണെന്നും സത്യവും ന്യായവും നീതിയും ധർമ്മവും ആ കുട്ടിയോടാണ്. പിന്നെ നടന്ന സംഭവത്തിന്റെ
ക്ലിയർ എവിഡൻസ് ആ കുട്ടിയുടെ കൂട്ടുകാരി ഫോണിൽ പകർത്തിയതായും എനിക്കറിയാം. പിന്നെ പിന്നെ ഞാൻ എങ്ങനെയാണോ തെറ്റ് ചെയ്ത പ്രതികൾ കൊടുക്കുക? ശരിയാ, വക്കീൽ ഫീസ് പോലും തരാൻ കഴിവില്ലാത്ത ആ പീഡപ്പണിയുടെ ബാധനം വാദിച്ച് ആ പീഡപ്പണിന് നീതിയും എന്റെ മകന് ജീവപര്യന്തം തടസ്സമായി വാങ്ങി കൊടുത്ത നിനക്കെന്ത് ഒരക്കണം മൂടാണോ പീഡപ്പണി കൊണ്ടുവന്നത്? വാരി കോരിയുള്ള പണം തന്നോ? ഒന്നും കേട്ടോ. കറുത്ത കോട്ടണിയുന്ന വക്കീൽമാരും ബാക്കി വേഷമണിയുന്ന പോലീസുകാരും സത്യത്തിന്റെ വെളുത്ത മുഖം മാറ്റിപ്പിടിച്ച് അനീതിയുടെയും അധർമ്മത്തിന്റെയും കറുത്ത മുഖം രക്ഷിക്കാനേ ശ്രമിക്കോ. കാരണം അധർമ്മം വിജയിച്ചാലേ അവന്മാരുടെ പോക്കറ്റ് വരൂ. എന്നാൽ അഡ്വക്കേറ്റ് മാധവൻ കാക്കി കറുത്ത കോട്ടണിയുന്ന എന്തിനാണല്ലോ സത്യത്തെയും നീതിയെയും അധർമ്മത്തെയും സംരക്ഷിക്കാൻ. സാധാരണക്കാർക്ക് നീതി വാങ്ങി നിരപരാധികൾക്ക് നീതി വാങ്ങി കൊടുത്ത് കുറ്റവാളികളെ കൂട്ടിലടക്കാൻ. 1000 കുറ്റവാളികൾ നഷ്ടപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വം ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാനങ്ങനെ ചെയ്യുന്നു. അതെ, എന്നിട്ട് കുന്താണോ പീഡപ്പണി കുടുംബത്തിന് തന്നത്? ഞാൻ പറയുന്നുണ്ടല്ലോ ആ പീറപ്പെണ്ണെന്ന്. അതുപോലെ ഒരു മകൾ തനിക്ക് വേണ്ടി മാറ്റിയ ആ കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ സാഹചര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ ഈ സഭാശങ്കരുടെ അറിയാമോ? എന്നാൽ അത് തന്നെ ഞാൻ ഇവിടെ ചെയ്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്ത് കുന്ത അവർ എനിക്ക് വാങ്ങി പോയി തന്നു. എനിക്ക് കിട്ടിയത് എന്താണോ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള മനസമൃദ്ധി, മനസുഖം. അതിനുപരി ആ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും മനസ്സ് കൊണ്ടുള്ള പ്രാർത്ഥന. അത് മതിയോ ഈ മാധവനോ? അതാണോ ഈ മാധവനോ? ഇവിടെ മാധവനെ വിളിച്ചു. എന്നാൽ ഈ സഭാശങ്കർ തോറ്റു. വെറും തോൽവിയല്ല, അപാര തോൽവി തന്നെ. പക്ഷേ ഒന്നോർത്തോ മാധവ, ഈ മൂർഖഭാവനെയാണ് മോഹിച്ചു വിട്ടിരിക്കുന്നത്. മൂർഖനായാലും രാജഗോപാലായാലും ഈ മാധവന് സെയിമ. അതുകൊണ്ട് ഒരു നീർക്കോലി മാധവന് വരണ്ട. തൽക്കാലം നീ പോവാണ് സഭാശ. ഞാനിപ്പോ പോകുന്നു. പക്ഷെ ഒന്നോർത്തോ മാധവ, ഈ സഭാശങ്കരെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി തരും. ഈ മൂർഖമാവനെയാണ് നോക്കിയിട്ടിരിക്കുന്നത്. ഓർത്തോ. നിന്നെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു സഭാശ? അനീതിയെയും അധർമ്മത്തെയും വെള്ളവും മണവും നൽകി പന പോലെ വളർത്തുന്ന നിന്നെയൊക്കെ മനസ്സിലാക്കാൻ അര നിമിഷം മതി ഈ മാധവനോട്. അര നിമിഷമല്ല, അര നൂറ്റാണ്ടെടുത്താലും നിനക്കെന്നെ മനസ്സിലാവില്ല മാധവ. ഈ സഭാശങ്കരേക്ക് പോകാൻ വന്നാൽ നീ എന്താ ചെയ്യാ സഭാശ? ഞാൻ അന്നേരത്തോട് പറഞ്ഞതാ. ചതിയിൽ കടന്നാക്കിയ സഭാശൻ. അതുകൊണ്ട് നേരിട്ട് നിന്റെ മുഖത്ത് നോക്കി ചന്ദ്രനാ പറയാ. അഡ്വക്കേറ്റ് മാധവനെ ഈ മാധവത്തിനകത്തിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. ഓർത്തോ. എന്റെ വീട്ടിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഈസിയായിട്ട് ഇറങ്ങി പോകാമെന്ന് കഴിഞ്ഞതാണ്. എനിക്ക് പറയാൻ കൂടെ കേട്ടിട്ട് പോയാൽ മതി. നീ എന്താ പറഞ്ഞ ഈ മാധവനാണ് ഈ മാധവത്തിട്ട് പച്ചക്ക് കത്തിക്കുന്നുണ്ട്. കൊള്ളാം, നിന്റെ അത്യാഗ്രഹം കൊള്ളാം. പക്ഷേ അതിലൊരു ചെറിയ തടസ്സമുണ്ടല്ലോ എന്താണെന്നോ? അതിന് നീയല്ല, നിന്റെ ചത്തുപോയ നിന്റെ തന്തയുണ്ടല്ലോ ആ കുരുവിള എന്ന ചേട്ട നസാണി, അയാൾ പോലും എണീറ്റ് വന്നാലോ നടക്കില്ല മാറ്റ നടത്തില്ല ഞാൻ. പിന്നെ ഒന്ന് നീ മനസ്സിൽ സൂക്ഷിച്ചോ, ഈ മാധവനെതിരെ അങ്ങനെ എന്തെങ്കിലും നാളെ കളിക്കും നീ ശ്രമിച്ചാൽ സെബാസ്റ്റ്യ നീ മരുമകന്റെ കാലത്തിൽ വീണ് ഇടഞ്ഞ് യാചിക്കേണ്ടി വരും. നിന്റെ മകന്റെ ജീവന് വേണ്ടി. അനൂപ
എനിക്ക് ബിസിനസ് ആവശ്യമായി പൂനെ വരെ പോകണം. എന്തിനാണ് ഇങ്ങനെ ഓടി നമുക്ക് കഷ്ടപ്പെടുന്നത്? നമുക്ക് ജീവിക്കാൻ വേണ്ടതിലധികം പുറത്ത് നമുക്കുണ്ടല്ലോ. ഉണ്ട്, എന്നാലും സ്വന്തമായി അധ്വാനിക്കുന്നത് ഒരു സുഖമല്ലേ പപ്പ? അത് ശരിയറിയാം മനുക്കുട്ട പറഞ്ഞത്. ആ പിന്നെ മനുക്കുട്ട ആ നസ്രാണി വന്നിട്ടേ അപ്പയെ വധവിഷ്യം കൊടുത്തിട്ടാ പോയത്. അതാണ് ഞാൻ അന്ന് മാമനോട് പറഞ്ഞിരുന്നില്ലേ. ആ പപ്പ, ഞാൻ തിരിച്ചു വരുന്നവരെ പപ്പയും മാമനും ഈ മാധവത്തിൽ അന്തി ഉറങ്ങരുത്. എന്താ മനസ്സിലാ? പപ്പ മറക്കൊന്നും ചോദിക്കരുത്, കാരണം സംഗതിയുടെ കിടപ്പ് അങ്ങനെ. അപ്പൊ ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും കാണാതെ കേട്ടില്ലല്ലോ ഇതുവരെ, ഒന്നും പറഞ്ഞിട്ടില്ല. അത് ശരിയല്ല, മനുഷ്യനെ എത്രയോ മനസ്സിലാക്കിയിട്ടുണ്ട്. മെസ്സേജ് ആ, ഇതെന്റെ മോള് എനിക്ക് മുന്നറിയിപ്പ് വന്ന മോളോ? അയ്യോ പപ്പ, ഈ മൺകുട്ടൻ അറിയാത്ത ഒരു മോളും ഉണ്ട് എന്റെ പപ്പയ്ക്ക്. അറിയാത്തൊന്നുമല്ല, നമ്മളെ അറിയുന്നത് തന്നെ. എന്തായാലും ആ പ്രകാശപരിപാടിക്ക് ജനിക്കേണ്ടതായിരുന്നില്ല ആ പെൺകുട്ടി. എന്താ മാമനും പരിപാടി കൂടി ആദ്യമാസം പെൺകുട്ടൻ നേരത്തെ അറിയുമോ ആ കുട്ടി? ആ സെബാസ്റ്റ്യൻ കൂടെയാണ് മകളെ. അറിയോന്ന് ചോദിച്ചാൽ അറിയും. ഒന്ന് രണ്ട് തവണ കാറിന്റെ AC കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയമുണ്ട്. അതെ അല്ലേ? അല്ലാതെ എവിടെ വെച്ചും ഒരു പരിചയമില്ല അല്ലേ? ഇല്ല പപ്പ. ഒരു പരിചയം വിചാരിക്കുന്നത് തന്നെ നല്ലത്. അതും പ്രായപൂർത്തിയായ കുഞ്ഞുമാണ്. എന്താ പറയാ? പിന്നെ നല്ല സ്വഭാവമാണ്. വെരി നൈസ് ഗേൾ. 2 മാസം മുമ്പ് ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരി മൊത്തം എന്റെ ഓഫീസ് വന്നു. എന്തൊരു ശാന്തതയാണ് ആ കുട്ടികൾ സംസാരിച്ചത്. ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു കേട്ടോ ആ കുട്ടിയെ എനിക്ക് മകളായി പോയി. മകളായിട്ട് എന്തായാലും കിട്ടില്ല. ആ കുട്ടിയെ മരുമകളായി കിട്ടിയാൽ അവർക്ക് ഇഷ്ടമാവും. ആവണമപ്പ. എന്താ കുട്ടൻ്റെ ഒരു ആലോചന? ഒന്നുമില്ല പപ്പ. പിന്നെ ഒന്നും വേണ്ട കേട്ടോ. മാമ എല്ലാം കൊളാക്കിയപ്പോ സമാധാനമായി പപ്പയോട് എല്ലാം പറഞ്ഞു അല്ലേ? മനുക്കുട്ട അപ്പയോടൊന്നില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. മാമ, എന്നെ ചതിക്കരുത്. ഈ മനുക്കുട്ടനോട് കള്ളം പറയാ. ഇല്ല മനുക്കുട്ട, മഹേശ്വരി ചേച്ചിയാണ് സത്യം. മനുക്കുട്ടന്റെ അമ്മയാണ് ഞാൻ. മനസ്സവാച ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. എന്നാലും മാമ, പപ്പയ്ക്ക് എന്തോ ഒരു സംശയമുണ്ട്. അത് നമ്മുടെ തോന്നലാവും. ആ പിന്നെ ചിലപ്പോ ആ കുട്ടി പപ്പയുടെ ഓഫീസിൽ നിന്ന് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ. ആ നീ അതൊക്കെ വിൽക്കാറ, യാത്ര ആലോചിച്ച് തലവണാക്കണ്ട. എന്തായാലും മഞ്ചാടിയെന്ന് വിളിക്കാം. ഇവൻ ഇത് ആരോടെ ഇങ്ങനെ സല്ലപിച്ചോണ്ടിരിക്കുന്നത്? ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ ഇവന്റെ സല്ലാപം. ഇങ്ങോട്ട് വരട്ടാണ്. നീ ആരോടെ അത്രയും നേരം സല്ലപിച്ചോണ്ടിരിക്കുന്നത്? നിന്നെ എത്ര നേരം ഞാൻ ഈ കുന്ത്രാടത്തെ വിളിക്കും? അതൊരു സിനിമ പേരല്ലേ പ്രൊപ്പറേറ്ററെ? സിനിമയും സീരിയലൊന്നുമല്ല. നീ ആരോടെ അത്രയും നേരം പഞ്ചായത്തിരുന്നത്? പഞ്ചായത്ത് സർക്കിളിലല്ല. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വർക്ക്ഷോപ്പിൽ വരുന്ന പെൺപിള്ളേരെ പഞ്ചായത്ത് നടക്കരുത്. ഇനി അങ്ങനെ ആരെങ്കിലും പരാതി എന്റെ അടുത്ത് കിട്ടിയ പിന്നെ ഈ മഞ്ചാടി ഉണ്ടാവില്ല, മാത്തപ്പനുണ്ടാവില്ല. അവന്റെ പ്രൊപ്പറേറ്റർ ഇതത്രയും കേസൊന്നുമില്ല. പിന്നെ എന്താണ് നിനക്ക് ഇത്രയും നേരം വർത്തമാനം? അതാ ചേച്ചി വിളിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. ചേച്ചിമാര് വരുന്നുണ്ടല്ലോ വർക്ക്ഷോപ്പില്. ഓ, ഈ മനുവേട്ടന്റെ ഒരു ഒടുക്കത്തെ സംശയം. ഇത് നമ്മുടെ ചേച്ചിയാണ്. നമ്മുടെ ചേച്ചി? ആ മനുവേട്ടനെ കാണാതെ വാദത്തിലെ വരാല്ലേ ആ ചേച്ചി. ഓ, ആ കുട്ടിയായിരുന്നു. ഇപ്പൊ തണുത്തൂര് എന്താ പ്രഷർ പെട്ടെന്നിട്ട് ഇറങ്ങിയോ? അല്ല, ആ കുട്ടിയായിട്ട് നിനക്കെന്താ വർത്തമാനം? അപ്പോ ഇനി ഞാൻ എന്താ പറയണ്ടേ? അതെ, ആ ചേച്ചിനെ വിളിക്കുന്നതേ ഉള്ളൂ. വർത്തമാനം മുഴുവൻ മനുവേട്ടനെ കുറിച്ച. ഒരു
പിന്നെ ഒടുക്കത്തെ ഒരു ചോദ്യ, എന്റെ മനസ്സില് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖല്ലേ? ആ ചോദ്യത്തിന് ഞാൻ സംശയമായിട്ടെന്തെങ്കിലും പറഞ്ഞ ഉടനെ പുള്ളിക്കാരി വർക്ക്ഷോപ്പിലെത്തും. പിന്നെ ഈ മണി മാത്രമേ നിർത്തിപ്പോയി. അപ്പോ അത്രയും ശല്യമായി അവിടെ കൊടുക്കും. ശല്യൊന്നുമില്ല മനോട്ടാ. ആ ചേച്ചിയുടെ മനോവിസ്മരണത്തെ ചോദിക്കുന്നല്ലേ. എന്തായാലും നീ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അതെന്നെ എനിക്ക് പറയാൻ ഒരു കാര്യം, മനോട്ടാ ചേച്ചി മാതൃത്വത്തെ കൂട്ടിക്കൊണ്ടേ. എന്തിനാണ് അങ്ങനെ വളഞ്ഞു മുൻപിടിക്കുന്നത്? ആ ചേച്ചിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയേ വന്ന പോലെ. എന്നെ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം അത് മഞ്ചാടിയുടെ സ്വപ്നം. മഞ്ചാടിയുടെ അല്ല, അതാ ചേച്ചിയുടെ സ്വപ്നം. എന്നാ തൽക്കാലം മറന്നോളാം. മനുവായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ ചേച്ചിയോട് പോയി പറഞ്ഞ പിന്നെ മനുവാട്ടിന്റെ ഗതി എന്താവും? എന്താണ് പിന്നെ എണ്ണി എടുത്തോണ്ട് വരും. ഇങ്ങനെ 1 2 3 4 5 5 4 3 2 1. ഇതെന്താടാ വക്കീലായിട്ട് ഇത് മനസ്സിലായി. ഇങ്ങനെയാണ് അരിയണ്ട എണ്ണീട്ട് വരും. എന്തിന്? മനുവായിട്ട് മകളെ പറഞ്ഞു, ഞാൻ ആ ചേച്ചിയോട് പോയി പറഞ്ഞ ആ ചേച്ചി ആ നിമിഷം ഇവിടെ ഒന്ന് ചോദിച്ചോ. അത്രയ്ക്ക് ഇഷ്ട ചേച്ചിക്ക് മനുവായിട്ട്. എന്തായാലും നീ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താന്ന് മനസ്സിലായോ? രാത്രി 10 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്തിനാണെന്നറിയാമോ? ക്യാമറ വെക്കേണ്ട കാര്യല്ലേ ഈ മഞ്ചാടി പറഞ്ഞു. എന്നാ ഓക്കെ. ആദ്യം ഉമ്മർത്ത് കാണുന്ന ക്യാമറ ഒഴിക്കണ പെട്രോൾ. ആ അങ്ങനെ തന്നെ ഉണ്ടാവണം. അതല്ലേ നമ്മുടെ ടാർഗറ്റ്. 2 ദിവസത്തേക്കുള്ള വാതിലുകൾ പുറത്തൊന്ന് ലോക്ക് ചെയ്യേ. 2 വാതിൽ അടച്ചിട്ടുണ്ട്. എന്നാ പിന്നെ കത്തിക്കാൻ വേണ്ടി പാട്ടയ്ക്ക് കത്തണ്ട മാമനെ കൊണ്ടുപോകും. അങ്ങനെ തന്നെ ഇപ്പോഴും ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യുക? മാധവന്റെ എത്തുന്ന പറ്റോ പോലീസിൽ പരാതി വെക്കേണ്ടി വരുമോ? എങ്ങനെ സംഭവിച്ചോന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ പരാതി കൊടുക്കണ്ട എന്ന് പറഞ്ഞാ പരാതി കൊടുക്കുക എല്ലാവരും മുഴക്കട്ടത് എന്നിട്ടാണ് എന്നാൽ എന്റെ മഹേഷിന്റെ ഫോട്ടോ കത്തിക്കഴിഞ്ഞു പോയി. മനോ എപ്പോ ആ മരുക്കുട്ടൻ വന്നുകൊണ്ടിരിക്കണത്രേ. മഞ്ചാടിയെ വിളിച്ച് പറഞ്ഞത്. ആ പിന്നെ മഹേഷിന്റെ ഫോട്ടോ മഞ്ചാടിന്റെ കയ്യിലുണ്ടത്രേ. ഉണ്ടോ? ശരിക്കും അറിയാൻ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ മഹേഷിയുടെ ഫോട്ടോ കിട്ടിയത് എനിക്ക് സന്തോഷം. അറിയാം, ഇനി സമാധാനമായി എനിക്ക് ഒരു ചായ ഒരു ദിവസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ
എനിക്ക് തന്ന ശിക്ഷ അനുഭവത് ഏതോ കണ്ടാമോർന്ന് ജനിച്ച ഇന്ത്യനായ പുത്രൻ ചെയ്ത ക്രൂര വിനോദം അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാനേ പറ്റൂ. എന്താണോ അതെല്ലാം ശരി? ശരിയോ തെറ്റോ എന്തായാലും ഇത് മാനമാതാവാൻ അറിയിക്കുന്നത് തന്നെയാ. എന്റെ മകന് ജീവനെന്ന ശിക്ഷമായി കൊടുത്താ എനിക്ക് ഇത് തന്നെ കാണും. എന്ത്? ഞാൻ ശിക്ഷ വാങ്ങി കൊടുക്കുന്നു? തന്നെ പോലുള്ള മുതലാളിമാരുടെ മക്കൾ പാവപ്പെട്ട പെൺകുട്ടികളെ പീഡനത്തിനിരയാക്കി പണം വാരി അറിഞ്ഞ് എല്ലാം ഒതുക്കി തീർക്കാമെന്നുള്ള തന്നെ പോലെ ഉദാഹരണമൊക്കെ, അതായത് തന്നെയൊക്കെ പണത്തിന്റെ അഹങ്കാരത്തിന് ഒരു തടയിട അതേ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ ഒരു ദൗർഭാഗ്യം കൂടി അവർ സമ്പാദിച്ചു. മാധവൻ തന്നെ അന്ന് തന്നെ പീഡനത്തിന് ഇരയായ പെൺകുട്ടികളെ ആത്മഹത്യ. അതൊരു ദൗർഭാഗ്യം തന്നെ. അത് മാതാവിന്റെ ദൗർഭാഗ്യം. എന്നാൽ അത് ഈ സെബാസ്റ്റ്യന്റെ സൗഭാഗ്യം. എന്റെ ബെന്നി സെബാസ്റ്റ്യന്റെ സ്വാതന്ത്ര്യം ഇതാ അങ്ങനെയല്ലോ. ആര് ജീവിച്ചിരിക്കുന്നെങ്കിലല്ലോ പ്രതിക്ക് പേടിക്കേണ്ടതും ആര് തന്നെ ഇല്ലെങ്കിൽ പിന്നെ പ്രതി സ്വതന്ത്രല്ലോ. അത് തീരുമാനിക്കാൻ പറ്റേ. എന്തായാലും പീഡനത്തിനുള്ള ശിക്ഷ അവൻ അനുഭവിച്ചേ മതിയാവും. ഇവിടെ സെക്ഷൻ കോടതിയില് ഈ രാജ്യത്ത് ഇനി വേറെ കോടതികളിലോ ഹൈക്കോടതി, സുപ്രീം കോടതി, അങ്ങനെ എത്ര വലിയ വലിയ കോടതികൾ ഇവിടെ പുതിയ സാക്ഷികളെയും സാക്ഷികളെയും വഴിനിരത്തി ഞാൻ എന്റെ മകൻ ബെന്നി സെബാസ്റ്റ്യനെ സ്വന്തമാക്കും. എന്താ അങ്ങനെ പറ്റില്ലെന്ന് കരുതുന്നു? ഇല്ല, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ കള്ള തെളിവുകളും കള്ളമൊഴികളും കള്ള സാക്ഷികളും എത്തി എത്രയോ ക്രൂരരായ കുറ്റവാളികളെ ൂക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എത്ര അനുഭവങ്ങൾ. അതിന് ഉദാഹരണമല്ലേ ഒറ്റക്കാലിലും ഒറ്റക്കൈയിലും ഒക്കെ. എന്നാൽ സെബാസ്റ്റ്യ രാവും പകലും കൂടെ കൊണ്ടുവന്ന് യേശുവിനെ ഒരു ദിവസം യൂദാസ് യഹൂദർക്ക് ഒറ്റിക്കൊടുത്തു. അതുപോലെ ഒരു യൂദാസ് തന്റെ പട്ടിന് ഉണ്ടാകുന്ന മധ്യ നീ സൂക്ഷിച്ചോ. എന്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരു യൂദാസ് ഉണ്ടെന്നറിഞ്ഞാൽ ആ നിമിഷം തീർക്കുന്നേ അവനെ. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് മാധവനെയും വിടില്ല, ഞാൻ കൊല്ലും. ഞാൻ ഞാൻ തന്നോട് അന്നേ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അത് നാം മറന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കാം. നീ നിന്റെ പൈശാചിക ബുദ്ധി കൊണ്ട് ഈ മാധവനെ അപായപ്പെടുത്താൻ എന്തെങ്കിലും വല്ല വിചിത്രവും നീ കാണിക്കാൻ ശ്രമിച്ചാൽ അഥവാ കാണിച്ചാൽ പിന്നെ നീ മനുമാധവന്റെ കാക്കൽ വീണ് ഇടന്ന് ഇഴഞ്ഞി ആദിക്കേണ്ടി വരും. നിന്റെയും നിന്റെ മകൻ ബെന്നി സെബാസ്റ്റ്യന്റെയും ജീവന് വേണ്ടി. ഇത് നീ കുറിച്ച് വെച്ചോ? ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് മാനവനെ. നിന്റെ അന്ത്യ കൂടാശ മനുമാധവൻ ആരാണെന്ന് അറിയാൻ എനിക്ക് ശ്രീരാമനല്ല ലക്ഷ്മണൻ. ഇപ്പൊ അത്രയും മനസ്സിലാക്കി. പിന്നെ മനസ്സിലായില്ലേ? ഈ അച്ഛനല്ല ആ മകൻ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ സെബാസ്റ്റ്യനോട് പണി കൂടി. അമ്മയെ കൊല്ലുന്നതിന് മുമ്പ് മകനെ തീർക്കണമെന്ന്. ശരി, ആയിക്കോട്ടെ, നമുക്ക് കാണാം. ഓട്ടെ പറയട്ടെ വക്കീലെ. കാണണം. പക്ഷേ അന്ന് കാണുമ്പോഴും എന്റെ മുഖത്ത് ഇതേ ഉത്സാഹം ഉണ്ടാവണം. ഉണ്ടാവണോ? മണിയാണല്ലോ. എന്താ മണി? പപ്പ, ഇവിടെ പോലീസും എംഎൽഎ സാറും വന്നിട്ടുണ്ട്. പപ്പയെ കാണാത്ര. എന്തിനാണോ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പപ്പയെ കണ്ടേ തീരുന്നു. ഞാനങ്ങോട്ട് കൊണ്ടുവരട്ടെ? നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോരെ. ശരി പപ്പ. എന്തിനാണോ എംഎൽഎ പപ്പ വേറെ വരുന്നുണ്ട്. എന്നാ
കൂട്ടുകാരൻ അല്ലേ സർക്കിളെ? അതെ പപ്പ എനിക്ക് ഒരുപാട് പണി മണിമാർക്കും പോകാൻ പറ്റേ ചില ചോദിക്കാനുണ്ട്. ഒന്നും വേണ്ട. അന്നെന്റെ പ്രൊപ്പറേറ്ററായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം സർക്കിൾ സാർ ഒന്നും വരികയും അത്തന്റെ പ്രൊപ്പറേറ്ററിന്റെ കഴിവ് നിനക്ക് എന്റെ കയ്യിലെ ചൂടറിയാലോ? അറിയാം സാറേ. ഇനി ആ കയ്യിൽ നേരെ പൊക്കല്ലേ? എന്നാ എന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറയും. എന്നാ ഒന്നാമത്തെ ചോദ്യം, മണിമാർക്കത്തിന് ഈ വീടും വീട്ടുകാരുമായുള്ള ബന്ധം? സ്നേഹബന്ധം, കഥയില്ലാത്ത സ്നേഹം, അല്ലാതെ രക്തബന്ധമല്ല. രക്തബന്ധത്തിക്കാൻ എത്ര വരുത്തില്ലേ സാറേ? സ്നേഹബന്ധം രക്തബന്ധം എന്ന് വെച്ചാൽ ഒരു സ്വത്തിനും മുതലിനും വേണ്ടി രക്തം ചിന്തുന്നവരാണ്. ഒരു കുശുമ്പും വൈരാഗ്യവും വഞ്ചനയും വെച്ചു വരുന്ന വൈശാലികം. അതിന് എത്ര വരുത്തല്ലേ സാറേ? പരിപാലമായ കർണാടക സ്നേഹബന്ധം. ആ ബന്ധം ഞാൻ മാത്രം തറവാട്ടുകാരുമായിട്ട് കേട്ടാ മണിമാർക്ക, ഇയാള് കൊള്ളാടാ. നിനക്ക് എത്ര വയസ്സായി? എനിക്കിപ്പോ ഈ 3 കൊല്ലം കൂടി കഴിഞ്ഞ മാത്തപ്പനെ പിടിച്ചെടുത്ത് കിട്ടി. കേട്ടമച്ച ഇപ്പോഴും കേട്ടോ. പക്ഷെ മാത്തപ്പ സമ്മതിക്കില്ല. ആരാടാ ഈ മാത്തപ്പൻ? മാത്തപ്പന്റെ അപ്പൻ അല്ല സാർപ്പന്റെ എന്റെ ബയോഡേറ്റ് കൂടെ അറിയും. എന്തിനോ നിന്റെ പ്രായത്തിനൊക്കെ വർത്താനല്ല നീ പറഞ്ഞു. ഒരു 40-45 വയസ്സ് കഴിഞ്ഞ പക്വത വന്ന ഒരാൾ പറഞ്ഞിട്ടും അപ്പഴാണ് നീ പറഞ്ഞത്. അതെന്താണ് എന്റെ ഈ കഴിവിന്റെ ഒരു ആരാണ് നിന്റെ ഉറപ്പിട്ട് മനുവാദൻ അയാളെ കുറിച്ച് നന്നായിട്ട് അറിയാനും അറിയാടാ, മനു മാധവനെ അറിയാം, മാധവൻ മേനോനെ അറിയാം. നീ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. എങ്ങനെ മാധവൻ പറ്റിയത്? അതെ കത്തിച്ചവരോട് ചോദിക്കണം. ഞാനല്ലാതെ ഈ മണിമാത്തവനൊപ്പ ഞാന് മലേഷ്യ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന്റെ മാനേജറാ. അല്ലാതെ മാധവത്തിന്റെ അല്ല, വർക്ക്ഷോപ്പിന്റെ. എന്ത് കാര്യം ചോദിക്കും. അതിന് ഈ മണിമാത്തവൻ മണി പോലെ തന്നില്ല. അല്ലാതെ മാധവ കത്തി ആര് കത്തിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരത്തല്ല ഈ മണിമാത്തവനെ അറിയില്ല. അങ്ങനെ പറഞ്ഞാലേ മണിമാർക്ക, നീയും ആ വീട്ടുകാരുമായി നല്ല ബന്ധത്തിലല്ലേ? ആ നിലയ്ക്ക് ഈ ചോദ്യത്തിന് നീ തന്നെ ഉത്തരം പറയണം. ഉത്തരവാദിത്ത ചോദ്യത്തിന് ഉത്തരവാണെന്ന് പറഞ്ഞു ഈ മണിമാത്തവൻ എവിടുന്ന് നേരാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നൊക്കെ പേപ്പറിലുണ്ടല്ലോ. പിന്നെ എന്തിനാ ഈ മണിമാത്തപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കുട്ടി? ഒരു കാര്യം ഉറപ്പാ, ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ല മാതം കത്തി. പിന്നെ എങ്ങനെ മാധവൻ കത്തിയത്? ആര് കത്തിച്ചതോ? ആര് കത്തിച്ചു? അത് തന്നെയാണ് അറിയേണ്ടത്. അതെ സാറേ, മാതം എങ്ങനെ കത്തി, ആര് കത്തിച്ചു എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഈ മണിമാത്തപ്പന്റെ വഴിയല്ല, അത് പോലീസിന്റെ വഴി. അതായത് സർക്കിൾ സാറിന്റെ വഴി സാർ തന്നെ ചെയ്താൽ മതി. അതെ ഈ മണിമാത്തപ്പൻ പങ്കാളിയാക്കാൻ നോക്കണ്ട. ഞാൻ പോവാ. അങ്ങനെ പറഞ്ഞാലോ ആ കുട്ടി പോയിക്കോട്ടെ. അതെ, അവനൊന്നും അറിയില്ല. പക്ഷേ ആളൊരു ഒന്നൊന്നര എടുക്കൽ തന്നെ. അതെ, സാറ് മതസാറോട് ചോദിച്ചില്ല? ഇല്ല, അക്കാര്യം നിങ്ങൾ കണ്ടിട്ടേയില്ല. ആ മേനോൻ സാറേ, ഇവിടെ നടന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനാ ഞങ്ങൾ വന്നു. പിന്നെ എന്റെ മണ്ഡലത്തിൽ ഇങ്ങനൊരു കുടുംബത്തിൽ നടന്നാൽ MLA എന്ന സ്ഥിതി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. തീർച്ചയായും അന്വേഷിക്കാൻ മാത്രമല്ല പരിഹാരവും വേണം. അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാ മേനോൻ സാറിനൊന്ന് കാണാൻ പറ്റും. അന്ന് നടന്ന അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് മേനോൻ സാറിന്റെ പ്രതികരണം എന്താ? മാധവം പറ്റിയത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ന്യൂസ് വന്നല്ലോ പേപ്പറിലും ചാനലിലൊക്കെ. പിന്നെ ഞാൻ ആരോട് എങ്ങനെ എന്തിന് പ്രതികരിക്കണം? സത്യം പറ. ഷോർട്ട് സർക്യൂട്ട് തന്നെ താനെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, കാരണം മാധവത്തിന്റെ ഇലക്ട്രിക് വർക്കല്ല അത്രയും പെർഫെക്റ്റാ. പിന്നെ എങ്ങനെ വീട് കത്തി? അതിന് പിന്നിൽ ആരുടെ കൈകളുണ്ടെന്നോ? ആരുടെ മേനോനെ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല.
അപ്പോ അന്ന് നിങ്ങളെവിടെയായിരുന്നു? ഞങ്ങൾ 2-3 ദിവസമായി ഞങ്ങളുടെ എസ്റ്റേറ്റിലെ ഔട്ട് ഹൗസിലാണ് യാത്ര കൊടുക്കാം. ആ ദിവസങ്ങളിൽ അങ്ങോട്ട് മാറാൻ കാരണം ഒന്നുമല്ല, എന്റെ മകൻ ഒരാഴ്ചയായി ബിസിനസ് സ്കൂളിലാണ്. അവൻ തിരിച്ചു വരുന്നവരെ പപ്പയും മാമനും മാതളത്തിൽ അന്തി ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ടാണ് മാധവത്തിൽ അഞ്ചോട്ടാണ് തീർത്തു പറയാൻ എന്താ കാരണം? അത് അവനെ അറിയും. മാധവേ, മനുമാധവന്റെ ആ സംഭാഷണത്തിൽ തന്നെ എന്തോ ഒരു നിഗൂഢതയില്ലേ? മനുമാധവൻ പോയി 3-ാം ദിവസം മാധവൻ തന്നു. അതിനൊന്നും മനസ്സിലാകുന്നില്ല. ശരിയാണോ സാറേ? മനു മാധവൻ ഇക്കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി അറിയാം എന്ന് വേണ്ടേ ഞങ്ങളൊന്ന് കരുതാൻ? അതൊന്നുമല്ല, ഇവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് മനസ്സിലാകുന്ന അവൻ അങ്ങനെ എന്ന് നിങ്ങളുടെ ധാരണ. എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമെന്ന് മനുമാധവന് നേരത്തെ കൂട്ടി അറിയാം. അല്ലെങ്കിൽ അവനും അതിൽ പങ്കുണ്ടെന്നല്ലേ വിശ്വസിക്കുന്നത്? അല്ലേ മാനസാറെ? അത് ശരിയാണല്ലോ മേനോൻ സാറേ. എന്തൊക്കെ നിങ്ങളെ ഞങ്ങളെ വിടുകത്തിക്കാൻ ഞങ്ങൾ തന്നെ കൂടെ നിന്നു. അതെ, അത് തന്നെ രീതിയിൽ മനസ്സിലാവുന്നു. അതെ സർക്കാർ സാറേ, മാധവൻ കത്തിച്ചത് ഞാനാണെന്നല്ലേ സാറിന്റെ സംശയം? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ സാറിന് എന്താ നഷ്ടം? മനുമാധവൻ എന്തൊക്കെയും പറഞ്ഞ പിന്നെ എങ്ങനെ പറയണം? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരവ് എന്റെ പപ്പ തന്നിട്ടുണ്ടോ? അതൊന്നും വകവയ്ക്കാതെ ഞങ്ങളുടെ വീട് കത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ തന്നെ കെട്ടിവെക്കാനുള്ള നിങ്ങളുടെയൊക്കെ വ്യഗ്രത കാണുമ്പോ സങ്കടത്ത്, വളരെ സങ്കടത്ത് സാറേ. അറിയാം, ചാണ്ടിക്കുഞ്ഞ് പോലീസ് ബുദ്ധിയിൽ വന്ന് എന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതൊന്നും കാര്യമാക്കണ്ടോ? പോലീസ് ബുദ്ധിയിൽ വന്നത് നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരു കള്ളവക്കീലിന്റെ ബുദ്ധിയിൽ വന്നത് ഞാൻ പറഞ്ഞാൽ അത് കുറച്ച് കൂടി പോകും. തൽക്കാലം ഞാൻ ആ വഴിക്ക് നീങ്ങുന്നില്ല. ഞങ്ങളുടെ മാധവൻ കത്തിച്ചവരെ കണ്ടുപിടിക്കാൻ സാറുമാർ ഞങ്ങളെ സഹായിക്കും. തീർച്ചയായും താമസിക്കുന്ന വീട് കത്തിച്ചവന്മാർ എത്ര വലിയ ക്രൂരന്മാരായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ സഹായിക്കാം. മേനോൻ സാറ് സമാധാനിക്ക്. എന്താ ചാണ്ടിക്കുഞ്ഞ്? ആയിക്കോട്ടെ, കുമാരൻ സാറ് പറയണ പോലെ. എന്നാൽ ഈ കേസിന്റെ ചുമതല സബ് ഇൻസ്പെക്ടർ ചാണ്ടിക്കുഞ്ഞിനെ ഏൽപ്പിക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം. എന്താ സർക്കാർ സമ്മതമല്ലേ? ഓ, സമ്മതാണ്. മേനോൻ സാറിന് ഒരു തൃപ്തിയായോ? സർക്കാരെ ഏറിയ 15 ദിവസം അതിനുള്ളിൽ ഈ കേസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കണം. 15 അല്ല, 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കൃത്യം നടത്തിയവരെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. പോരെ മാധവൻ സാറേ? മനുമാത മതി, കിട്ടുന്ന റിപ്പോർട്ട് കൃത്യമായിരിക്കണം. സാറിന് അറിയാതെ തന്നെ. അറിയടാ, നിനക്ക് ഞാൻ അന്നേ ഒന്ന് ഓടി വെച്ചതാ. പക്ഷേ അത് താങ്ങാനുള്ള കരുത്ത് നിനക്ക് മതിയാവില്ല. അറിയാം മേനോൻ സാറേ, ഞങ്ങൾ അറിയില്ല കേസിന്റെ കാര്യമെല്ലാം ഈ സർക്കുലേഷൻ നോക്കിക്കൊള്ളു. ആ വരുമാനം സാറ് പരാതി സ്റ്റേഷനിലേക്ക് കേസില്ല. പിന്നെ ഈ ദിവസത്തിൽ എന്നെ വിളിക്കാം. ഓക്കെ, എന്നാ ശരി. മേനോൻ സാറേ, പപ്പ, ഈ ചാണ്ടിക്കുഞ്ഞ് അന്വേഷിച്ച ഈ കേസ് വരെ കൊണ്ടു കിട്ടുമെന്ന് പപ്പയ്ക്ക് തോന്നുന്നു. എനിക്ക് ചാണ്ടിക്കുഞ്ഞെ വിശ്വാസമില്ല, ഞമ്മളെ കുമാരനെ വിശ്വാസം. പിന്നെ മറ്റൊന്നും പറയാമെന്ന് വെച്ചാൽ ഒരു ജനപ്രതിനിധി അല്ലേ, അതിലൊരു ബഹുമാനം കൊടുക്കണ്ടേ? അതും നമ്മുടെ വീട്ടിൽ. അതുകൊണ്ടാ ഞാൻ ഉണ്ടായത്. കേട്ടില്ലേ എന്തെല്ലാം വാഗ്ദാനം തന്നിട്ടാ ഇപ്പൊ അവരൊന്ന് പോയത്. ഇനി ആ വാഗ്ദാനം നടപ്പാക്കാൻ അവർ ഈ വഴിക്ക് വന്നിട്ട് വേണ്ടേ? വരില്ല. എന്നാലും ആ എംഎൽഎ സാറിനെ, ആ ചാണ്ടിക്കുഞ്ഞ് ഒന്നും കൂടി എനിക്കൊന്ന് കാണും. കാണേണ്ടി വരും. കാണും ഞാൻ. ഇല്ല പപ്പ, എല്ലാം ഞാൻ ആലോചിച്ച് ചെയ്യും. മാധവൻ കത്തിയതിനേക്കാൾ വിഷമം എനിക്ക് എന്താണെന്നോ? എന്റെ പപ്പയുടെ മുഖത്ത് നോക്കി മാധവനെ മാധവത്തിനകത്തേക്ക് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ വാക്ക് എന്റെ ഈ നെഞ്ചിൽ അറച്ചു കയറി. ആ ചേറ്റ നസ്രാണിയുടെ നേരത്തെ നിന്ന് ഇതിലും വലിയ തിരിച്ചും കൊടുക്കാതെ എന്റെ ഈ നെഞ്ചിനെ നടക്കില്ല. മുഖമണച്ചു കൊടുക്കും ഈ മനുമാധവൻ. വേണ്ട, എന്തിനാ? കഴിഞ്ഞു കഴിഞ്ഞു.
പക്ഷേ ഈ പപ്പയുടെ മനസ്സ് ആ ചേറ്റ മനസ്സിലാക്കിയില്ല. കുറുക്കില്ല, ഞാൻ മറക്കില്ല ഒരിക്കലും. അവനെയും അവന്റെ മകനെയും ഒരിക്കലും പുറലോ കാണാത്ത രീതിയിൽ കൂട്ട് ഞാൻ ഒടുക്കത്ത കൂട്ട്. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ മാധവത്തിൽ മാധവനെ ഈ മനുമാധവനെ ഞാൻ ജനിക്കാതിരിക്കണം. ഇല്ല പപ്പ, വരാൻ പോകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്റെ മുന്നോട്ടുള്ള പോക്ക്. പപ്പ വിഷമിക്കണ്ട. മാധവൻ കത്തിയതോ അതോ കത്തിച്ചതോ അത് ഞാൻ തെളിയിക്കും പപ്പ. പപ്പ സമാധാനമായിരുന്നു. ഞാൻ ഇപ്പൊ വരാം. ചായ വേണ്ടോ? ഞാൻ വന്നിട്ട് കഴിക്കാം. പിന്നെ മാമ ഈ ബാഗ് എടുത്ത് ആദ്യം വെച്ചു. മാധവേട്ടാ, ആ MLA-യും സർക്കിളും കൂടി മാധവൻ കത്തിച്ച ആരാണെന്ന് തെളിയിക്കോ? മാധവൻ കത്തിച്ചത് ആ സെബാസ്റ്റ്യൻ കുരുവളയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കത് MLA-യോട് തുറന്ന് പറയാൻ പറ്റില്ലേ? അതിപ്പോ അറിയാം, നമ്മളൊരാളെ സംശയിച്ച അതിനുള്ള തെളിവ് കൂടി നമ്മൾ അറിയാം. തെളിവ് നമ്മുടെ കയ്യിലില്ലല്ലോ, അതുകൊണ്ടാ ഞാനൊന്നും പറയാം. സ്വസ്ഥത ഇല്ലാതെ തന്നെ എങ്ങനെ സ്വസ്ഥത ഉണ്ടാവാനാ? അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവിടെ നടന്നത്. അപ്പൊ കുട്ടി ഇവിടെ നടന്നതെന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഇന്നലെ ഇന്ന് കണ്ടില്ല. ഇങ്ങോട്ടുള്ള വഴി സ്ഥലം അറിയില്ലല്ലോ. മണി വിളിച്ചപ്പോ കിട്ടിയതുമില്ല. മഞ്ചാടി 2-3 ദിവസമായിട്ടേ തിരക്കിലുണ്ടാവുന്നത്. പോലീസിന്റെ MLA-യുടെ ഒക്കെ കത്തിയ മാധവൻ കളിക്കാനും ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് കളിക്കാനൊക്കെ ആയിട്ട് മണി തന്നെയാണ് ഇങ്ങോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞത്. എന്തായാലും കുട്ടി ഈ അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അതെന്തായാലും ഇവിടെ എന്നൊരു വിഷമിച്ചിരിക്കല്ലേ, ഒന്ന് വന്ന് കാണാമെന്ന് കരുതി. കുട്ടി വന്ന സമയം തീരെ ശരിയല്ല. മണിക്കുട്ടന്റെ മനസ്സിലും പപ്പയുടെ മനസ്സിലും ഈ നീരിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോഴാ ആൾ കത്താണെന്നും പറയാൻ പറ്റില്ല. മണി വന്നു. മണിവേട്ടൻ വൈകുന്നേരത്തേക്ക് എത്തുന്നു. എന്ന് കാണാനും കഴിയും. ഞാൻ ഈ തിരക്ക് വന്നു. മണിക്കുട്ടൻ കുറച്ചു മുന്നേ വന്നു. വരുന്ന വഴിക്ക് കത്തിയ മാതാവ് കണ്ട് കല്ലിക്കൂട്ടാ വന്ന് കൈ കൂടി തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി എപ്പോഴാ എങ്ങനെ വരികയെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ പറഞ്ഞു. കുട്ടി വന്ന സമയം കുഴപ്പമില്ല, പക്ഷെ സന്ദർഭം തീരെ ശരിയല്ല. എന്നാ ഞാൻ പോയേക്കത്. അന്ന് ഡാഡിയുടെ ഫോൺ സംഭാഷണം കേട്ടപ്പോഴേ വളരെ അപകടമാണെന്ന് കരുതുകൊണ്ടാണ് ഞാൻ മനുവേനോട് വന്ന് പറഞ്ഞു പപ്പയ്ക്ക് മെസ്സേജ് അയച്ചു. അതുകൊണ്ടെന്താ ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ കത്തി കഴിഞ്ഞ 1-2 ശവശരീരങ്ങൾ കൂടി കാണാമായിരുന്നു. കണ്ണിൽ ചോരയില്ലാത്ത ഈ ക്രൂര പ്രവൃത്തി ചെയ്തത് എന്റെ ഡാഡിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇനി എന്റെ ഡാഡി എന്ന് പറയുന്ന സെബാസ്റ്റ്യൻ കുരുവിള തന്നെയാണ് ഈ ക്രൂര പ്രവൃത്തി ചെയ്തതെങ്കിൽ ആ ദുഷ്ടനായ മനുഷ്യമൃഗത്തിന് വേണ്ടി ആ പിശാചിൽ ജനിച്ച ഭാഗ്യദോഷിയായ മകളെ നിങ്ങൾ എല്ലാവരോടും ഒരു 1000 തവണ മാപ്പ് അപേക്ഷിക്കും. കുട്ടി എന്തൊക്കെയും പറയുന്നു. അതിന് കുട്ടി എന്തൊക്കെ ചെയ്യാനാ? അതല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്തിന് മാപ്പ് ചോദിക്കാൻ? അങ്ങനെ ഞങ്ങളോട് ആരും മാപ്പ് ചോദിക്കണം. ചെയ്ത പ്രവൃത്തി നല്ലതായാലും കെട്ടതായാലും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാപ്പിരുന്നത് എന്തിനാ? അങ്ങനെ മാപ്പിരുന്നാൽ തന്നെ ചെയ്തതെല്ലാം ഇല്ലാതാവും. അതോ ഞങ്ങൾ അതൊക്കെ ആയിട്ട് മറക്കും? അതിന് കഴിയോ ഞങ്ങൾക്ക്? അതൊന്നും എനിക്കറിയില്ല. അറിയില്ല എന്ന് എനിക്കറിയാം. കയ്യിൽ നിന്നെറിഞ്ഞ കല്ലും വായിൽ നിന്ന് പോയ വാക്കും ആർക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പറ്റുമോ പറ? അതുപോലെ തന്നെയാണ് കത്തി അമർന്ന മാധവൻ എന്ന ഞങ്ങളുടെ തറവാട് പഴയതുപോലെയാക്കാൻ നിനക്ക് പറ്റുമോ പറ? എന്താണെന്നും മിണ്ടരുത്. പിന്നെ എന്തിനാ നീ മാപ്പിരുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ കുട്ടിയോട് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പപ്പയും ഞാനും ഒക്കെ ജനിച്ചു കളിച്ചു വളർന്ന മാധവൻ ഞങ്ങൾ എന്ന ഞങ്ങളുടെ തറവാട് കത്തിച്ചത് ആരാണെന്ന് അറിയും നിനക്ക്? സെബാസ്റ്റ്യൻ കുരുവിള എന്ന നിന്റെ തന്ത. ഡാഡി തന്നെയാണ് ചെയ്യുന്നത്.
തെളിവൊന്നും വേണ്ട. മനുവേട്ടൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം. അങ്ങനെ കണ്ണടച്ച് മനുമാധവൻ വിശ്വസിക്കണ്ട. മനുമാധവൻ ചെറ്റയാ, ചെറ്റകളത്ത് തെണ്ടിയ, തെണ്ടികളത്ത്. സെബാസ്റ്റ്യൻ കുരുവിടാനെന്ന നിന്റെ തന്ത ഞങ്ങളുടെ വീട് കത്തിച്ചു. ആ ചെറ്റയുടെ മകളായ നിനക്ക് ഇനി എന്താ വേണ്ടത്? ബാക്കിയുള്ള ഞങ്ങളെ കൂടി മനസ്സിലെ റൊമാൻസ് മാറിയപ്പോ മനസ്സിൽ വരുന്നത് മാധവൻ കത്തിച്ചവരോടുള്ള പ്രതികാരം. അതൊരു ശുഭോദയ മാമ. പ്രതികാരത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ സമയമായി. സാറേ നമ്മൾ വിചാരിച്ച ക്ലിയറാണ്. ഇനി തുടങ്ങാം മുന്നോട്ട്. ആ അതിന് ഞാനായിരുന്നു സന്തോഷത്തിൽ മാത്രം പറഞ്ഞാൽ മതിട്ടോ. ഇത്രയും നേരം സങ്കടമായിരുന്നു. അങ്ങനെ വരട്ടെ. അതെന്നാ ചേച്ചി കാര്യം നിർത്തമായിട്ട് അവിടെ നിൽക്കണേ? എവിടെ എപ്പോഴാ കണ്ടേ? എപ്പോഴും ഇപ്പൊ കണ്ടു പോണു. ഞാൻ എന്താന്ന് വെച്ചപ്പോ കരിയ സങ്കടത്താതെ ഞാൻ കോട്ടയം പണിന്ന് പറഞ്ഞോളൂ കണ്ണു തുടച്ചോണ്ട് ഇപ്പൊ കണ്ടു പോരാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം ആ കുട്ടി അവിടെ നിന്ന് കേട്ട് കാണോ? കേക്കട്ടെ, കേൾക്കണമല്ലോ. അത്രയും ക്രൂരമായ അഭിനയമുണ്ടായിരുന്നു. അഭിനയം അല്ലെങ്കിൽ എന്റെ പ്രൊപ്പറേറ്റർ സാറ് അഭിനയിക്കാൻ പിടിക്കാനാണ്. മാമനെ അറിയില്ലേ? നമ്മുടെ പറയട്ടെ നാടകത്തിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആളാ. ഇപ്പൊ നാടകം അഭിനയിച്ച് ജീവിതത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയത് എന്റെ സംശയം. അമ്മോ ആത്തപ്പന്റെ അപ്പനല്ലേ? മണിമാധവൻ നിന്നോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പറയാറുണ്ട്. പ്രായത്തിനനുസരിച്ച് വിളിയാൽ മതി. എന്നാലും ഇങ്ങനെ ഓരോന്ന് നടക്കും എങ്ങനെ പറയാതിരിക്കുക? ഈ നായികന്റെ ക്രൂരമായതുകൊണ്ട് തന്നെ നായിക ശോകമായി കല്ലിക്കും അല്ലേ? ഞാൻ ഇയാളൊന്ന് ചോദിച്ചോട്ടെ. സ്വന്തം ജീവൻ കവിൽ ചേച്ചിക്ക് കൊടുത്ത് ചേച്ചി രക്ഷപ്പെടുത്തിയ ആളല്ലേ? അപ്പൊ പിന്നെ കരയിക്കാനും ചിരിപ്പിക്കാനോ ഒക്കെ അധികാരം ഉണ്ടാവാല്ലോ. അതൊക്കെ മനസ്സിലാക്കിയേ. ഈ മൺകുട്ടനെ ആ കുട്ടിയെ എന്തുമാത്രം ചീത്തയാ പറഞ്ഞെന്നറിയോ? എന്നിട്ട് പറയാം എനിക്കെന്ത് സങ്കടം വന്നു. അയ്യോ അതെ നമ്മ
അതാണ് മഞ്ചാടി. എന്തെങ്കിലും പറഞ്ഞ് വിഷയമാണെന്ന് വെച്ചാൽ ഈ മഞ്ചാടി വേണം. എന്നാലോ ഈ മഞ്ചാടിക്കില്ലാത്ത കുറ്റം ഇഷ്ടമില്ലാത്ത പിള്ള തൊട്ടതൊക്കെ കുറ്റം പറയണ പോലെ ഈ മഞ്ചാടിയുടെ മതി മതി നിന്റെ വാചാമണി. നീ ആ ക്യാമറ നോക്കി നോക്കി അതല്ലോ. ആ ചേച്ചിയുടെ ഞാൻ വിചാരിച്ചേ നമുക്കായിട്ട് തുടങ്ങേ. മനസ്സിലായി കേട്ടോ. എന്തു ആവണത് നമ്മുടെ മാതത്തിന്റെ കാര്യം ഇത്ര പെട്ടെന്നായിട്ട് മറക്ക്. നമ്മുടെ മാതം എത്തിച്ചാലും അതിന്റെ കൂട്ടുകാർക്കും നല്ലൊരു പണി കൊടുക്കണ്ടേ? ഒരു 8-ന്റെ പോയാ 18-ന്റെ പണി. അത് വേണ്ട. ഇത് മനു മാധവനും മണി മാധവനും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇതിന് ഞങ്ങൾ രണ്ടാളും മാത്രം മതി. അല്ലടാ മഞ്ചാടി മണി മാത്തപ്പ. അതെ അത്ര വേണ്ടു. നങ്ങെന്താ നാനായി ഇത്ര പോലെ ഇങ്ങനെ തുടങ്ങാം. ഇവിടെയല്ല, ഇവിടത്തെ കളി കഴിഞ്ഞില്ലേ? കഴിച്ചില്ലേ ആ നസ്രാണി? നമ്മുടെ മാധവൻ കത്തിച്ചതുപോലെ കത്തിക്കട്ട മണിയെ. നമുക്ക് ആ നസ്രാണിയുടെ ലങ്ക എന്നാലും ഈ കഥ മുഴുവനാ. പിന്നെ ഈ മണി മാത്രമേ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് ജീവൻ പണം വെച്ച് പെടാപ്പാട് പെട്ടി പിടിച്ചുണ്ടാക്കിയതൊക്കെ നമുക്ക് പ്രയോഗിക്കണ്ടേ? വേണം. ഇനി അത് നിർത്തിയല്ലടാ മഞ്ചാടിയെ. നമ്മുടെ ചൂതുകളിയുടെ ആരംഭം ലങ്കയിൽ. എന്തൊക്കെ ചൂതം കളിയോ നായം കളിയോ എന്തൊക്കെ പറയുന്നത്? ലങ്കാലൊക്കെ പറയുന്നത് ലങ്കയിലോട്ട് പോവുക. അതിന് മാമൻ ഉദ്ദേശിക്കുന്ന പോലെ രാമായണത്തിലെ രാവണന്റെ ലങ്കയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സെബാസ്റ്റ്യൻ മുതലുള്ളവരുടെ ലങ്ക, ലങ്ക ഇന്റർനാഷണൽ. ഇനി അവിടെയാ കളി. ആ കളി ഒരു 1.5 കളിയാവും. കളി കഴിയുന്ന ദിവസം ലങ്കാ ദഹനം. അതല്ലടാ മഞ്ചാടി നമ്മുടെ പ്ലാൻ. എന്താ മാമൻ പൂവല്ലേ? ഇനി അവിടെ കാണാം ലങ്കയിൽ. അതെ, ലങ്കയിലേക്കുള്ള നീണ്ട യാത്രയ്ക്ക് കാത്തിരിക്കാം നമുക്ക്. അതെ, അടുത്ത ഈ സീസൺ വരെ കാത്തിരിക്കാം. ജസ്റ്റ്